അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും പ്രിയപ്പെട്ട മജ്മഅ സൈക്രഡിന്റെ ഭാരവാഹി അംഗങ്ങളെ, ഓർഗനൈസേഷൻ മെമ്പേഴ്സ്, അതോടൊപ്പം ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് എൻ്റെ വ്യക്തിപരമായ രീതിയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വിദേശ അല്ലെങ്കിൽ ഇന്ത്യയിലെയും വിദേശത്തെയും യൂണിവേഴ്സിറ്റികളിൽ റിസർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ പഠനം നടത്തുന്ന ക്ലാസ് എടുക്കുന്ന അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ്, അതോടൊപ്പമുള്ള മറ്റു പ്രധാനപ്പെട്ട ഏരിയകളിൽ വർക്ക് ചെയ്യുന്നവരുമായിട്ടുള്ള ഇന്ററാക്റ്റീവ് സെഷൻ ആയിരുന്നു കഴിഞ്ഞ 9 സെഷനുകളിൽ നടന്നിട്ടുള്ളത്. ഇന്ന് ഒരു ഡിഫറെന്റ് ഏരിയ ആണ്, ദാറ്റ് ഈസ് ഹൗ ടു പ്ലാൻ ഫോർ സിവിൽ സർവീസ്. ഇൻഷാ അല്ലാഹ് നമുക്കറിയാം നമ്മുടെ സെഷൻ ഒരു വെരി ലിമിറ്റഡ് ടൈം, വി ഹാവ് എ ലിമിറ്റഡ് ടൈം, ഓൺലി 1 hour. ഒരു 1 hour നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു വലിയ ഒരു ചെറിയ ടോപ്പിക് അല്ല, എസ്പെഷ്യലി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഈ ചർച്ച. എനിവേ, ഞാൻ അധികം ഇൻട്രൊഡക്ഷൻ ടോക്കിലേക്കൊന്നും പോവാതെ നിങ്ങളെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. കാരണം ഇതിൻ്റെ ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ടോക്കിന് പോയി കഴിഞ്ഞാൽ മേ ബി നമുക്ക് ഇറ്റ് മേ ടേക്ക് 2-3 hours ടൈം. സോ അതിലേക്ക് പോവാതെ ഒരു ബ്രീഫ് ഇൻട്രോ മാത്രം തന്നതിന് ശേഷം നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങൾക്കുള്ള ക്വറീസിന് ആൻസർ പറയുക എന്നുള്ള രീതിയിലേക്ക് ഈ പ്രോഗ്രാമിനെ മാറ്റാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, സാധാരണ രീതിയിലുള്ള ഇന്ററാക്റ്റീവ് സെഷൻസിൽ എസ്പെഷ്യലി സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നാം നേരത്തെ സൂചിപ്പിക്കാറുണ്ട്, 3 രീതിയിലാണ് ഇതിന്റെ ഇന്ററാക്റ്റീവ് സെഷനെ നാം അപ്രോച്ച് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അതിൽ ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഒരു IAS എക്സാമിനേഷന്റെ സ്ട്രക്ചർ ആൻഡ് പാറ്റേൺ എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ എന്താണ്, പാറ്റേൺ എന്താണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇനി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ. രണ്ടാമത്തെ ഒരു ഏരിയ ഇതിന്റെ പ്ലാനിങ്, പ്രിപ്പറേഷൻ ആൻഡ് സ്ട്രാറ്റജി. എങ്ങനെയാണ് ഈ എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തായിരിക്കും നമ്മൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നുള്ള രീതിയിലേക്ക് ഒരു സെക്കൻഡ് ടോപ്പിക്, അങ്ങനെ ആ രീതിയിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മൂന്നാമത് ഒരു ആഫ്റ്റർ സർവീസ്, അതായത് നമ്മൾ വൺസ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സർവീസിൽ എത്തിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ അഡ്മിനിസ്ട്രേഷൻ, അതോടൊപ്പം അതിന്റെ സർവീസ് അലോക്കേഷൻ, ജോലി, അതിന്റെ ക്യാരക്ടർ, അതിന്റെ ട്രെയിനിങ്, സർവീസ്, ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ നമുക്ക് പരിമിതമായ സമയം ഉള്ളത് കൊണ്ട് ഞാൻ ഒന്നാമത്തെ ടോപ്പിക്കും രണ്ടാമത്തെ ടോപ്പിക്കും, അതായത് സ്ട്രക്ചർ ആൻഡ് പാറ്റേൺ എന്നുള്ള ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്രിപ്പറേഷൻ പ്ലാൻ എന്നുള്ള ഒരു സെക്കൻഡ് ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കണം നിങ്ങളെ ചോദ്യങ്ങൾ അധികം വരേണ്ടത്. കാരണം തേർഡ് ടോപ്പിക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തുടക്കം എന്നുള്ള രീതിയിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഈ ഫസ്റ്റ് 2 ടോപ്പിക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ചോദ്യങ്ങളെ കൂടുതൽ ക്രമീകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആമുഖമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിനേഷൻ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ ആണ്. UPSCയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എക്സാംസ്, എസ്പെഷ്യലി UPSC നിങ്ങൾക്കറിയാം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് എക്സാം നടത്തി വ്യക്തികളെ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അവർ നടത്തുന്ന ഒരുപാട് എക്സാമിനേഷനിൽ ഒരു എക്സാം കൂടിയാണ് ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിനേഷൻ. അപ്പോൾ നമ്മളെല്ലാവരും ഗ്രാജുവേഷൻ കഴിഞ്ഞ ഏതൊരാൾക്കും, നിങ്ങൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ ഏതൊരാൾക്കും അപ്ലിക്കേഷൻ കൊടുത്ത് എഴുതാൻ പറ്റാവുന്ന ഒരു പരീക്ഷയാണ് UPSCയുടെ സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ എക്സാമിനേഷൻ ഇത്രത്തോളം ഒരു ഹൈപ്പ് കിട്ടുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം ഈ എക്സാമിനേഷന്റെ കോമ്പറ്റീഷൻ കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പ്രധാനപ്പെട്ട ഇതിന്റെ ഒരു സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് UPSC ഇതുവരെ കണ്ടക്ട് ചെയ്യുന്നത് 24 പോസ്റ്റുകളിലേക്കാണ്. അതായത് ഒരു സിംഗിൾ എക്സാമിനേഷനിലൂടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 24 പോസ്റ്റുകൾ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് നമുക്ക്
എത്തിപ്പെടാൻ പറ്റാവുന്ന സാഹചര്യമുള്ള ഒരു എക്സാമിനേഷനാണ് UPSCയുടെ സിവിൽ സർവീസ് എക്സാമിനേഷൻ. അപ്പൊ നമ്മളൊരു PSCയുടെ LD ക്ലർക്ക് എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് ആ LD ക്ലർക്കേ ആവാൻ പറ്റുള്ളൂ. LD ക്ലർക്ക് ആയതിനു ശേഷം പിന്നെ നിങ്ങൾക്ക് പ്രൊമോഷൻ ആയിട്ട് നെക്സ്റ്റ് പോസ്റ്റുകളിലേക്ക് മാറാൻ കഴിയും. പക്ഷെ UPSCയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ആ പരീക്ഷ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹയർ ലെവലുള്ള പോളിസി മേക്കിംഗ് ലെവലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 24 പോസ്റ്റുകളിലേക്കാണ് നടക്കുന്നത്. അപ്പം ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും എത്തിപ്പെടാൻ പറ്റും. അതിൽ ഏറ്റവും ടോപ്പ് വരുന്നവർ IAS-ലേക്കും IPS-ലേക്കും IFS-ലേക്കും വരുന്നു. അതിന് താഴെ ഇന്ത്യൻ റെയിൽവേ സർവീസ് ഉണ്ട്, ഇന്ത്യൻ റവന്യൂ സർവീസ് ഉണ്ട്, ഇന്ത്യൻ ഇൻഫോർമേഷൻ സർവീസ് ഉണ്ട്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് 24ഓളം സർവീസുകളിലേക്കാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ 24 പോസ്റ്റുകളിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. ആ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് ഈ എക്സാമിനേഷന് ഒരു രീതിയിൽ കോമ്പറ്റീഷൻ കൂട്ടുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം, ഒരു പോളിസി മേക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഏറ്റവും സുപ്രധാനമായ മേഖലകളിലേക്ക് എത്തിപ്പെടാൻ പറ്റാവുന്ന ഒരു ജോലിയാണ് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് സിവിൽ സർവീസ് എക്സാമിനേഷനിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പം ആ ഒരു ജോലിയുടെ പാഷൻ, അതിന്റെ ഒരു സാലറി ആവട്ടെ, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റേജ് ആവട്ടെ, അതിന്റെ ഒരു ഇംപ്രഷൻ ആവട്ടെ, അത്തരം കാര്യങ്ങളും ഈ പരീക്ഷയെ കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ആ രീതിയിലും ഇതിന്റെ ഒരു കോമ്പറ്റീഷൻ കൂടുതലാണ്. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ് കൂടുതൽ കുട്ടികളും ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. അതോടൊപ്പം ഇതിന് മറ്റു പരീക്ഷയെ പോലെ വലിയ കടമ്പകളില്ല. മറ്റു പല എക്സാമിനേഷനിലും നമുക്കൊരു ഡിഗ്രി ഗ്രാജുവേഷന് 50% 45% ഒക്കെ മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ ചില എക്സാംസുകൾ എഴുതാൻ കഴിയുള്ളൂ. പക്ഷെ ഇവിടെ ജസ്റ്റ് ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ, നിങ്ങൾക്ക് എത്ര മാർക്കാണെങ്കിലും ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. ആ ഒരു ബേസിക് ഡിഗ്രി വെച്ചുകൊണ്ട് ഈ എക്സാം എഴുതാം എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിലെ ഗ്രാജുവേഷൻ കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികളും UPSC എക്സാമിന് സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കാറുണ്ട്. അപ്പം ഇതും ഒരു ഘടകമാണ് ഇതിന്റെ ഒരു കോമ്പറ്റീഷൻ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ പോലും ഇതിന്റെ യഥാർത്ഥ റിയൽ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു ഘടകങ്ങളൊക്കെ ഇതിനെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പറ്റീഷൻ വരുന്ന മേഖല ഇതിൽ എക്സാം എഴുതുന്ന ഏറ്റവും കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമേ ഈ പരീക്ഷയെ ഏറ്റവും സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. ഇപ്പൊ 2018-19 ഒക്കെ നിങ്ങൾ ടോട്ടൽ അപ്ലിക്കേഷൻ പ്രിലിമിനറി എക്സാമിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 8 to 9 lakh അപ്ലിക്കേഷൻ ആണ് ഓൾ ഇന്ത്യ ലെവലിൽ വരുന്നത്. പക്ഷെ അത് കമ്പാരിറ്റീവ്ലി നമ്മളൊരു സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാമുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് വളരെ കുറവാണ്. കാരണം ഒരു ഓൾ ഇന്ത്യ എക്സാമിനേഷന് 8 to 9 lakh അപ്ലിക്കേഷൻ വരുന്ന സമയത്ത് ഇവിടെ ലാസ്റ്റ് നടന്ന കേരള KS എക്സാമിനേഷൻ ഓൾമോസ്റ്റ് 6 ആണ് ലാക്ക് അപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി വളരെ കുറഞ്ഞ അപ്ലിക്കേഷൻ ആണ്. പക്ഷേ ഈ ഒരു 9 lakh 8 lakh വരുന്ന അപ്ലിക്കേഷനിൽ ഈ പരീക്ഷയെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന മേ ബി ഒരു 50,000 ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ, വളരെ സീരിയസ് ആയിട്ട്. അതിലും കുറവായിരിക്കും ഈ പരീക്ഷ അങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ ആണ് ഈ പരീക്ഷ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടഫസ്റ്റ് ആക്കുന്നത്. അപ്പൊ ആ ഒരു 50,000 അല്ലെങ്കിൽ 30,000 ആളുകളിലേക്ക് നമ്മളും എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും നമ്മളൊരു എക്സ്പീരിയൻസ് കാണുന്നത് ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും, പക്ഷെ അവരൊക്കെ ഈ 30,000 പുറത്തിരുന്ന പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം അതിനർത്ഥം യഥാർത്ഥത്തിൽ എന്താണോ UPSCയുടെ റിക്വയർമെന്റ്, യഥാർത്ഥത്തിൽ ഈ എക്സാമിന്റെ ക്യാരക്ടർ എന്താണ്, ഈ എക്സാം ഡിമാൻഡ് ചെയ്യുന്ന എന്താണ്, ഇത് ഡിമാൻഡ് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊന്നും പലപ്പോഴും മനസ്സിലാക്കാതെ സിസ്റ്റമാറ്റിക് അല്ലാതെ പ്രിപ്പറേഷൻ നടത്തുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരാണ് ഇന്ത്യയിലുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഈ പരീക്ഷ നമുക്ക് ഒരു രീതിയിൽ കോമ്പറ്റീഷൻ കൂടുന്നത്. അവരൊക്കെ എക്സാം എഴുതി കഴിഞ്ഞാലും കോമ്പറ്റീഷൻ കൂടും. ഓക്കെ, എനിവേ അതിലേറെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ സൂചിപ്പിച്ചു, ഇതിൽ ക്ലോസ്ലി കോമ്പീറ്റ് ചെയ്യുന്ന ആസ്പിരൻസിന്റെ എണ്ണം ഒരു 30,000 ഉള്ളത് കൊണ്ടാണ് ഈ പരീക്ഷ ഇത്രയും കോമ്പറ്റീറ്റീവ് ആവുന്നത്. കാരണം അവസാന റൗണ്ടിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു 30,000 ഒരു 10% ഒക്കെയാണ് അവസാന റൗണ്ടിൽ ഇന്റർവ്യൂവിലേക്ക് എത്തുന്നത്.
ഓക്കെ, ഒരു 3,000, 3,500. അതിൽ നിന്ന് ഒരു ലെസ് ദാൻ 1,000, ഒരു 800, 900, 10,000 ആൾക്കാരെയാണ് ഒരു വർഷം UPSC ലാസ്റ്റ് ഫൈനൽ റൗണ്ടിലേക്ക് സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ റാങ്കിങ്ങിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഈ പരീക്ഷ വളരെ കോമ്പറ്റീഷൻ ആവും അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് ആവുന്നത്. അതല്ലാതെ ഈ എക്സാമിനേഷന്റെ ഒരു ടഫ്നെസ് അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ സിലബസുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് മനസ്സിലാക്കുന്നത് ഏതൊരാൾക്കും, ഏത് സാധാരണക്കാരൻ ഒരാൾക്കും അതിൽ അവരുടെ ഡിഗ്രി എനി ഡിഗ്രി, നിങ്ങൾ എടുത്തിരിക്കുന്ന ഡിഗ്രിയോ, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടോ, നിങ്ങളുടെ ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ടോ, നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ, നിങ്ങളുടെ ടൈമോ സമയമോ നാടോ ഒന്നും ഇവിടെ ഇമ്പോർട്ടന്റ് അല്ല. ഇവിടെ നിങ്ങൾ ആ ഒരു സിസ്റ്റത്തിലേക്ക്, ഞാൻ പറഞ്ഞ ഒരു 30,000 ആൾക്കാരിലേക്ക് സിസ്റ്റമാറ്റിക്കായി നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റുമോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം ഉണ്ടാക്കാൻ പറ്റും. ഈ വർഷം ഇല്ലെങ്കിൽ നെക്സ്റ്റ് വർഷം നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. ഇനി ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേ ബി ഞാൻ വീണ്ടും ഡിസ്കസ് ചെയ്തോളാം. ഇതിന്റെ ഒരു സ്ട്രക്ചറും ഒരു ചെറിയൊരു 2 മിനിറ്റിൽ ഇതിന്റെ സ്ട്രക്ചർ കൂടി മാത്രമേ പറഞ്ഞുതരാം. ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഇത് 3 സ്റ്റേജ് ആണ് എക്സാംസ്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ മാത്രം സൂചിപ്പിക്കുകയാണ്. 3 സ്റ്റേജ് ആണ് ഈ എക്സാമിനേഷൻ ഉള്ളത്. ഫസ്റ്റ് സ്റ്റേജ് ഈസ് പ്രിലിമിനറി എക്സാമിനേഷൻ. അതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. ആ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷനിൽ 2 പേപ്പറാണ് ഉണ്ടാവുക. ജനറൽ സ്റ്റഡീസ് പേപ്പർ 1, ജനറൽ സ്റ്റഡീസ് പേപ്പർ 2. രണ്ടും ഒബ്ജക്റ്റീവ് ആണ്, ഡിസ്ക്രിപ്റ്റീവ് അല്ല. നമുക്ക് സാധാ OMR ഷീറ്റ് വെച്ചുകൊണ്ട് എഴുതുന്ന ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ. ഇത് ആക്ച്വലി ഒരു എലിമിനേഷൻ റൗണ്ട് ആണ് ഈ എക്സാമിനേഷൻ. കാരണം ഇത്രയും അപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ആസ്പിരൻസിനെ മാത്രം സെലക്ട് ചെയ്യാൻ നടത്തുന്ന ഒരു എലിമിനേഷൻ നമ്മൾ TV-യിലൊക്കെ കാണാറുണ്ട്, എലിമിനേഷൻ റൗണ്ട്. അതുപോലെ ഒരു എലിമിനേഷൻ റൗണ്ടാണ് ആക്ച്വലി ഈ പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത്. കാരണം അതിൽ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്താലും അതൊന്നും ഫൈനൽ റാങ്കിങ്ങിലേക്ക് പരിഗണിക്കില്ല. അതിൽ നമ്മൾ മാർക്ക് സ്കോർ ചെയ്യുന്നത് ഈ മെയിൻസ് എക്സാമിനേഷനിൽ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ആ ഒരു എക്സാമിനേഷൻ നിങ്ങൾ ഇത്രയും 8 ലക്ഷം ആൾക്കാരൊക്കെ ചെയ്യുന്ന പരീക്ഷയിൽ നിന്ന് ഒരു കട്ട് ഓഫ് മാർക്ക് ഒരു വർഷം UPSC തീരുമാനിക്കും. ആ കട്ട് ഓഫിന് മുകളിലേക്ക് വരുന്ന എല്ലാ കുട്ടികളും മെയിൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് ക്വാളിഫൈ ചെയ്യും. സോ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് പാർട്ട് മെയിൻസ് എക്സാമിനേഷൻ, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോർ ഏരിയ എന്ന് പറയുന്നത് ഈ മെയിൻസ് എക്സാമിനേഷൻ ആണ് UPSC സംബന്ധിച്ചിടത്തോളം. കാരണം നമുക്ക് ഒരുപാട് സബ്ജക്റ്റുകൾ അതിൽ വായിക്കാനുണ്ട്. അതോടൊപ്പം ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആണ്, റൈറ്റിംഗ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ട എക്സാമിനേഷൻ ആണ്, ഒബ്ജക്റ്റീവ് അല്ല. അതുകൊണ്ട് വ്യക്തമായി ആൻസർ ചെയ്താൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. ഈ മെയിൻസ് പരീക്ഷയിൽ 9 പേപ്പറാണുള്ളത്. 9 പേപ്പറും ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്. ഓക്കെ, 9 പേപ്പറിൽ 2 പേപ്പർ, ലാസ്റ്റ് വരുന്ന 2 പേപ്പർ ഒരു ഇംഗ്ലീഷ് പേപ്പറും ഒരു റീജിയണൽ ലാംഗ്വേജ്, നമുക്ക് മലയാളം എടുക്കാം റീജിയണൽ ലാംഗ്വേജ് ആയിട്ട്. ഈ 2 പേപ്പർ മാത്രം ക്വാളിഫയിങ് പേപ്പറാണ്. ആ ക്വാളിഫയിങ് പേപ്പർ കഴിഞ്ഞാൽ ബാക്കി വരുന്ന 7 പേപ്പറിൽ കിട്ടുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്റർവ്യൂയിലേക്ക് സെലക്ഷൻ കിട്ടുന്നത്. അതോടൊപ്പം ഈ മെയിൻസ് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കും ഇന്റർവ്യൂ, അവസാന സ്റ്റേജ് ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂവിൽ കിട്ടുന്ന മാർക്കും കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണോ കിട്ടുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ ഫൈനൽ റാങ്കിലേക്ക് പരിഗണിക്കുന്നത്. അതായത് നമ്മൾ IAS വരും IPS വരെ ആവുന്നത് ആ ഒരു മെയിൻസ് എക്സാമിനേഷനിൽ നിങ്ങൾ സ്കോർ ചെയ്യുന്ന മാർക്ക് കൊണ്ടാണ്. മാർക്കൊക്കെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഷെയർ ചെയ്യാം. കാരണം അത് കുറെ ഈ ഒരു സ്ട്രക്ചർ പറയുമ്പോൾ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ സബ്ജക്റ്റുകളൊക്കെ പറയണം, 9 സബ്ജക്റ്റുകൾ ഏതാന്നുള്ളതെല്ലാം. പക്ഷെ നമ്മൾ അത്രയും സമയമില്ലാത്ത കാരണം ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവാം. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് മേ ബി നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുമായിരിക്കും. ഇങ്ങനെ പ്രിലിമിനറി എക്സാമിനേഷൻ 2 പേപ്പറാണ്. അവിടെയും ഒരു കാര്യം ഞാൻ വിട്ടുപോയി. പ്രിലിമിനറി എക്സാമിനേഷനിൽ GS പേപ്പർ 1, GS പേപ്പർ 2. GS പേപ്പർ 1 എന്ന് പറയുന്നത് നമ്മളെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഹിസ്റ്ററിയും ജോഗ്രഫിയും എക്കോണമിയും പൊളിറ്റിയും ഒക്കെ കണക്ട് ചെയ്യുന്ന പേപ്പറാണ്. GS പേപ്പർ 2 എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബേസിക് മാത്തമാറ്റിക്സ്, 10th ലെവൽ മാത്തമാറ്റിക്സ് ഒക്കെ കവർ ചെയ്യുന്ന ഒരു ബേസിക് ന്യൂമറസി, അതുപോലെ തന്നെ കോംപ്രഹെൻഷൻ, ലോജിക്കൽ റീസണിങ്, ഇങ്ങനെ വരുന്ന കുറച്ച് ഏരിയകൾ കവർ ചെയ്യുന്ന ഒരു പേപ്പറാണ് GS പേപ്പർ 2 എന്ന് പറയുന്നത്. പക്ഷെ ആ GS പേപ്പർ 2 ക്വാളിഫയിങ് പേപ്പറാണ് UPSCയുടെ പ്രിലിമിനറി എക്സാമിനേഷനിൽ. അതായത് 200 മാർക്കാണ് അതിന്റെ ടോട്ടൽ മാർക്ക് സെക്കൻഡ് പേപ്പറിന്റെ. അതിൽ നമ്മൾ 67 മാർക്ക്, അതായത് ഏകദേശം 33% മാർക്ക് സ്കോർ ചെയ്തിട്ട് ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. അപ്പൊ അവിടെ ഫസ്റ്റ് പേപ്പറിലെ മാർക്ക് മാത്രമാണ് ഫൈനൽ, അതായത് നമ്മുടെ മെയിൻസ് പരീക്ഷയുടെ മാർക്ക്, അതിലേക്ക് സെലക്ഷന് വേണ്ടിയിട്ട് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പ്രിലിമിനറി എക്സാമിനേഷൻ
9 പേപ്പറിൽ മെയിൻസ് എക്സാം ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നവരാണ് ഫൈനൽ റാങ്കിലേക്ക് വരുന്നത്. ഒരു പ്രത്യേകത, നമ്മൾ പ്രിലിമിനറി ക്വാളിഫൈ ചെയ്തു, മെയിൻസ് ക്വാളിഫൈ ചെയ്തു, ഇന്റർവ്യൂവിൽ നമ്മൾ മാർക്ക് കുറഞ്ഞ് നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദി ഫസ്റ്റ്. ഓക്കെ, പിന്നെ ഇന്റർവ്യൂ മാത്രം അറ്റൻഡ് ചെയ്ത് പാസ് ആവാൻ കഴിയില്ല, പിന്നെയും നമ്മൾ പ്രിലിമിനറി തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോവാം. നിങ്ങൾക്ക് എന്താണോ ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഒരു സ്ട്രക്ചറും പാറ്റേണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതോടൊപ്പം ഇതിന്റെ ഒരു സ്ട്രാറ്റജി, പ്ലാനിങ്, പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒരു ആഫ്റ്റർ സിവിൽ സർവീസ് എക്സാമിനേഷനിൽ നമുക്ക് എത്രത്തോളം നല്ലതാണ് എന്ന് അതിലെ ഒരു ഡിസ്കഷൻ നമുക്ക് പിന്നെ ചെയ്യുന്നതായിരിക്കും നന്നാവുന്നത്. ഓക്കെ, സോ ഇതിലെങ്ങനെയാ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എനിക്ക് അറിയില്ല. നിങ്ങൾ ഡയറക്റ്റ് ചോദിക്കുകയാണോ അതല്ല ക്വസ്റ്റ്യൻസ് ആയിട്ട് വരികയാണോ, ടൈപ്പ് ചെയ്യണോ ചെയ്യുന്നത്? ആർക്കെങ്കിലും ആൻസർ പറയാൻ പറ്റുമോ? അതിൽ രണ്ടും വരുന്നുണ്ട്, ഇൻബോക്സിൽ രണ്ടും വരുന്നുണ്ട്, ക്വസ്റ്റ്യൻസും വരും, ചർച്ച വരും. ഓക്കെ ഓക്കെ. ഇതിന്റെ ഏജ് ലിമിറ്റ് ഒന്ന് വ്യക്തമാക്കി കൊടുക്കും. ഓക്കെ, ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം ഏജ് എന്ന് പറയുന്നത് 21 വയസ്സാണ്. 21 വയസ്സ് കംപ്ലീറ്റ് ചെയ്ത് ആർക്കും ഈ പരീക്ഷയ്ക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയും. ഓക്കെ, ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു ഗ്രാജുവേഷൻ ആണ്, മിനിമം ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആണ്. ഗ്രാജുവേഷൻ കഴിഞ്ഞ് 21 വയസ്സ് കംപ്ലീറ്റ് ചെയ്ത ആർക്ക് വേണമെങ്കിലും ഈ പരീക്ഷയ്ക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയും. ദെൻ ഇതിന്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത്, മാക്സിമം ലിമിറ്റ് 3 വിഭാഗം, 3 കാറ്റഗറി തിരിച്ചിട്ടുണ്ട്. മാക്സിമം ഇതിന്റെ മിനിമം ലിമിറ്റ് എല്ലാവർക്കും സെയിം ആണ്. മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആസ്പിരൻസ് ആണെങ്കിൽ, ജനറൽ കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം 32 വയസ്സാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ലാസ്റ്റ് എന്ന് പറയുന്നത്. ഒരു മിനിറ്റ് ഒന്ന് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ വരുന്നത് എഴുതി എടുക്കുന്നുണ്ടോ? റമദ സാർ എഴുതി എടുക്കുന്നുണ്ടോ ക്വസ്റ്റ്യൻ വരുന്നത്? ഉണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ നോക്കിക്കോളാം. ഓക്കെ, എനിവേ, സോ മാക്സിമം ഏജ് ലിമിറ്റ് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 32 വയസ്സാണ്. OBC കാറ്റഗറി ആണെങ്കിൽ 35 വയസ്സാണ് OBC കാറ്റഗറിയിലേക്ക്. അതോടൊപ്പം SC/ST കാറ്റഗറി ആണെങ്കിൽ 37 വയസ്സാണ്. ഇതാണ് മിനിമം ഏജും മാക്സിമം ഏജും. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞുതരാം. ഇവിടെ ഇത് നമ്പർ ഓഫ് ടൈംസ് ഉണ്ട്. നമുക്ക് എത്ര സമയം ഈ പരീക്ഷ എഴുതാം, അല്ലെങ്കിൽ എത്ര ടൈം പരീക്ഷ എഴുതാം. നമുക്ക് ജീവിതകാലം ഫുള്ള് ഈ പരീക്ഷ കൊണ്ടുകൊടുക്കാൻ പറ്റില്ല. സോ അതിന് നമ്പർ ഓഫ് ടൈംസും UPSC പ്രത്യേകം പറയുന്നുണ്ട്. ജനറൽ കാറ്റഗറി ആണെങ്കിൽ അവർക്ക് 6 തവണ എഴുതാം. ഇപ്പൊ 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ള ഇടയിൽ 6 തവണയാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. 6 കഴിഞ്ഞാൽ പിന്നെ എഴുതാൻ കഴിയില്ല. ഓക്കെ, OBC കാറ്റഗറി ആണെങ്കിൽ 9 ടൈം എഴുതാം, 9 തവണ എഴുതാം. അപ്പൊ നിങ്ങൾ പരാജയപ്പെട്ടു, അടുത്ത വർഷം വീണ്ടും എഴുതാം. അങ്ങനെ അടുത്ത വർഷം നിങ്ങൾക്ക് 9 തവണ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. 10ാമത്തെ തവണ നിങ്ങൾക്ക് എഴുതാൻ കഴിയില്ല. അപ്പൊ 35 വയസ്സിനിടയിൽ നിങ്ങൾക്ക് 9 തവണ OBC കാറ്റഗറി ആണെങ്കിൽ എഴുതാൻ കഴിയും. SC/ST കാറ്റഗറി ആണെങ്കിൽ നേരത്തെ പറഞ്ഞു 37 വയസ്സാണ് മാക്സിമം, ബട്ട് ദർ ഈസ് നോ മാക്സിമം ലിമിറ്റ്, നമ്പർ ഓഫ് ലിമിറ്റ്. അതായത് നമ്പർ ഓഫ് ടൈംസ് അൺലിമിറ്റഡ് ആണ്. SC/ST കാറ്റഗറിയിൽ അവർക്ക് എത്ര നമ്പർ വേണമെങ്കിലും എഴുതാൻ പറ്റും, എത്ര ചാൻസ് വേണമെങ്കിലും ഉപയോഗപ്പെടുത്താം. പക്ഷെ പ്രൊവൈഡഡ് അവരെന്ത് ചെയ്യണം, 37 മുമ്പായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇതാണ് ഏജുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഇനി ഒരു ക്വസ്റ്റ്യൻ നേരത്തെ വന്നിരുന്നു, മലയാളത്തിൽ മെയിൻസ് മലയാളത്തിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ, മലയാളത്തിൽ എഴുതാം, നോ ഇഷ്യൂ. നിങ്ങൾക്ക് UPSC പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്ത 22 ലാംഗ്വേജിൽ ഏത് ലാംഗ്വേജിൽ നമുക്ക് എക്സാം എഴുതാൻ കഴിയും. അത് മലയാളത്തിൽ ആവണമെന്നില്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം. ഈ 22 ലാംഗ്വേജിൽ റെക്കഗ്നൈസ് ചെയ്ത, കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്ത ഏത് ലാംഗ്വേജിൽ നമുക്ക് എക്സാം എഴുതാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രിലിമിനറി പരീക്ഷ നമുക്ക് പിന്നെ ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ലാംഗ്വേജിന്റെ ഇഷ്യൂ ഇല്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെയിൻസ് എക്സാമിനേഷനിൽ നമ്മൾ വൺസ് ഒരു ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് എക്സാമിനേഷനിലും ആ ലാംഗ്വേജ് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. അതായത് നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു മെയിൻസ് പരീക്ഷയ്ക്ക് 9 പേപ്പർ ആണ്. ഇപ്പൊ നമ്മൾ GS1 പേപ്പർ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതി, GS2 പേപ്പർ മലയാളത്തിൽ എഴുതി, GS3 ഇംഗ്ലീഷ്, അങ്ങനെ പറ്റില്ല. നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണോ ആ ലാംഗ്വേജിൽ തന്നെ കംപ്ലീറ്റ് എക്സാമിനേഷനും എഴുതി കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ആഫ്റ്റർ നിങ്ങൾക്ക് അപ്പോൾ അതിൽ മലയാളത്തിൽ എഴുതുമ്പോഴുള്ള ഒരു പിന്നെ സുഖം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനുള്ള ഒക്കെ സാധ്യതകൾ കൂടുതലാണ്.
പ്രൊവൈഡഡ് നേരത്തെ പറഞ്ഞ ഈ ഒരു ഇംഗ്ലീഷ് പേപ്പർ, ആ ഇംഗ്ലീഷ് പേപ്പർ കമ്പൾസറി ഇംഗ്ലീഷ് പേപ്പർ ഞാൻ പറഞ്ഞു 9 പേപ്പറിൽ 2 പേപ്പർ കമ്പൾസറി ക്വാളിഫയിങ് പേപ്പറാണ്. ഒരു മലയാളം അതായത് ഒരു റീജിയണൽ ലാംഗ്വേജ് പേപ്പറും ഇംഗ്ലീഷ് പേപ്പറും. ആ ഇംഗ്ലീഷ് പേപ്പറും നമ്മൾ എടുക്കുന്ന റീജിയണൽ ലാംഗ്വേജ് പേപ്പർ ഹിന്ദിയോ അതാണെങ്കിൽ അത് അതേ സെയിം ലാംഗ്വേജിൽ തന്നെ എഴുതി കൊടുക്കും വേണം. ബാക്കിയുള്ള 7 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം. എല്ലാ സബ്ജക്റ്റും മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ എല്ലാം മലയാളത്തിൽ തന്നെ എഴുതണമെന്ന് മാത്രം. അവിടെ ഒരു കാര്യം കൂടി ഞാൻ കണക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞുതരാം. ഇന്റർവ്യൂ നമുക്ക് മലയാളത്തിൽ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് വളരെ ധൈര്യമായിട്ട് നമുക്ക് മലയാളത്തിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ഇവിടെ നമുക്ക് ഒരിക്കലും ഈ ഒരു UPSCക്ക് ഒരിക്കലും നമ്മൾക്കൊക്കെ ഉള്ള പോലെ ഒരു ഇംഗ്ലീഷിനോട് വലിയ താല്പര്യം UPSCക്ക് ഇല്ല. കാരണം നിങ്ങൾക്ക് ഏത് ഭാഷയിലും എക്സാം, ഈ ഞാൻ പറഞ്ഞ 22 ലാംഗ്വേജിൽ ഏതിലും എഴുതാനുള്ള ഒരു സൗകര്യം UPSC തന്നിട്ടുണ്ട്. UPSCക്ക് ഒരിക്കലും നമ്മളെ പോലെയുള്ള ഒരു കൊളോണിയൽ ഹാങ് ഓവർ ഒന്നും UPSCക്ക് ഇല്ല. എനി ലാംഗ്വേജ് വി ക്യാൻ സെലക്ട്. ഓക്കെ, അപ്പം ഈവൻ നിങ്ങൾക്ക് ഇന്റർവ്യൂ നിങ്ങൾക്ക് മലയാളത്തിൽ അറ്റൻഡ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ഒരു മാർക്ക് പോലും കുറയില്ല. ഇപ്പൊ മുഹമ്മദ് ഷിഹാബ് IAS ഇപ്പൊ നാഗാലാൻഡ് കളക്ടറായി എടുക്കുന്ന, നാഗാലാൻഡിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹം മലയാളത്തിലാണ് എക്സാം എഴുതിയത്. കംപ്ലീറ്റ് എക്സാം എഴുതി മലയാളത്തിലാണ് അദ്ദേഹം ഇന്റർവ്യൂ ചെയ്തത്. അതുപോലെ നമുക്കൊരു ട്രാൻസ്ലേറ്റ് കാര്യം, മലയാളത്തിൽ പറയുന്ന കാര്യം ഇംഗ്ലീഷിലേക്ക് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ആ ട്രാൻസ്ലേറ്റർ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും, UPSC തന്നെ. സോ ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടും നമുക്ക് മലയാളത്തിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ബെസ്റ്റ് ട്രെയിനിങ് സെന്റേഴ്സ്. നമുക്കൊരു ബെസ്റ്റ് ട്രെയിനിങ് സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സെന്റേഴ്സ് നമുക്ക് പറയാൻ കഴിയും. പക്ഷെ ഇവിടെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈവൻ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ഫാദർ കോളേജ് IAS അക്കാഡമിയിലാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ആ ഇൻസ്റ്റിറ്റ്യൂഷന് സപ്പോർട്ട് ചെയ്യാൻ പറ്റാവുന്നതിന് പരിധിയുണ്ട്. കാരണം ഇതൊരു ഇൻഡിവിജ്വൽ ചലഞ്ചുള്ള എക്സാമിനേഷൻ ആണ്. ഓക്കെ, നമ്മൾ വ്യക്തിപരമായിട്ട് ഗ്രോ ചെയ്യേണ്ട എക്സാമിനേഷൻ ആണ്. അപ്പൊ അവിടെ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യത്തിൽ അപ്പുറത്തേക്ക് നിങ്ങൾ ഒരു കാര്യത്തെ എങ്ങനെ കാണുന്നു, നിങ്ങളെ ഒപ്പീനിയൻ എന്താണ്, നിങ്ങളെ ഒരു സ്ട്രാറ്റജി എന്താണ്, അതാണ് UPSCക്ക് ആവശ്യം. അപ്പൊ നമ്മളൊരു ട്രെയിനിങ് പോലെ, ഒരു PSC പരീക്ഷയ്ക്ക് ഒരു കോച്ചിങ് കൊടുക്കുന്ന പോലെ ഇരുത്തി കാണാപ്പാടം പഠിപ്പിച്ച് ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ അല്ല UPSC എക്സാമിനേഷൻ. ഇവിടെ നമ്മൾ വ്യക്തിപരമായിട്ട് ഇൻഡിവിജ്വലി നമ്മൾ ഗ്രോ ചെയ്ത് നമ്മളൊരു കപ്പാസിറ്റിയെ മനസ്സിലാക്കി UPSCക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു എക്സാമിനേഷൻ ആണിത്. അവിടെ ഒരു ബെസ്റ്റ് കോച്ചിങ് സെന്റർ എന്ന് പറയുന്നത് അതിനൊരു അത്ര ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. പക്ഷെ അവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത് നമ്മളിതിന്റെ ഒരു ട്രാക്കിൽ കയറണം. ഓക്കെ, ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് സ്വന്തം പഠിക്കാൻ കഴിയും. അപ്പൊ ആ ട്രാക്കിൽ കയറാൻ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ ഇതിന്റെ ഒരു സ്ട്രക്ചറും പാറ്റേണൊക്കെ മനസ്സിലാക്കി അതിന്റെ റിക്വയർമെന്റ് ഒക്കെ മനസ്സിലാക്കി ആ ഒരു ട്രാക്കിലേക്ക് കയറാൻ മാത്രം നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യാം. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ അതിൻ്റെതായ ഒരു ചിട്ട ഉണ്ടാവും, അതിൻ്റെതായ വർക്കിംഗ് കൾച്ചർ ഉണ്ടാവും, അവിടെ ഡിസ്കഷൻ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവും, ഒരുപാട് എക്സാംസ് എഴുതാൻ കഴിയും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു വർഷം കംപ്ലീറ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു കഴിഞ്ഞാലും ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിങ്ങൾ ഇൻഡിവിജ്വലി എത്രത്തോളം ഗ്രോ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം നിങ്ങളെന്ന വ്യക്തിയുടെ കഴിവിനെയാണ് നിങ്ങൾ വിൽക്കപ്പെടുന്നത് ഇവിടെ. നിങ്ങളെ വ്യക്തി, നിങ്ങൾ ഇത്രയും വർഷങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയ നിങ്ങളെ കഴിവ്, നിങ്ങൾ പഠിച്ചുണ്ടാക്കിയ കാര്യങ്ങൾ, നിങ്ങളെ കപ്പാസിറ്റി, ആ കപ്പാസിറ്റി നിങ്ങൾക്ക് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ആ പരീക്ഷയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ അത്രയും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്തു കഴിഞ്ഞാൽ അതാണ് അവിടെ മാർക്ക് കൂടുതൽ കിട്ടുന്നത്. ഓക്കെ, ഇത്രയാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി വേറെ ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വന്ന ക്വസ്റ്റ്യൻസിലേക്ക് വായിക്കാം. ഇതിൽ സിലബസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, സിലബസ് ഞാൻ പറഞ്ഞുതരാം. സിലബസ് നേരത്തെ സൂചിപ്പിച്ചു. പ്രിലിമിനറി പരീക്ഷ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. പ്രിലിമിനറി പരീക്ഷയിലെ GS പേപ്പർ 1ഉം GS പേപ്പർ 2ഉം ഉണ്ട്. GS പേപ്പർ 1ൽ പ്രധാനപ്പെട്ട 7 ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അത് എഴുതി വെക്കാം. GS പേപ്പർ 1 ആണ് സംസാരിക്കുന്നത്. നേരത്തെ പറഞ്ഞു GS പേപ്പർ 2 എന്നത് ക്വാളിഫയിങ് പേപ്പർ ആണ്. അത് നിങ്ങൾ ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. അതിന്റെ മാർക്ക് മെയിൻസ് പരീക്ഷയുടെ ക്വാളിഫിക്കേഷന് വേണ്ടി പരിഗണിക്കില്ല. അതൊരു മിനിമം ഞാൻ പറഞ്ഞ 33% മാർക്ക് വാങ്ങി നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. പ്രിലിമിനറി GS പേപ്പർ 1ലെ 7 ടോപ്പിക് എന്ന് പറയുന്നത്, ഒന്ന് ഹിസ്റ്ററിയാണ്, ഒന്ന് ജോഗ്രഫിയാണ്, ഒന്ന് ഇന്ത്യൻ പോളിറ്റി, ദെൻ ഇന്ത്യൻ എക്കോണമി, എക്കോളജി, എൻവയോൺമെന്റ്,
സയൻസിൽ ബേസിക് സയൻസും വരും, ടെക്നോളജി വരും കുറച്ച് ഭാഗം, ദെൻ കറണ്ട് അഫയേഴ്സ്. ഇങ്ങനെ 8 ടോപ്പിക്കാണ് GS പേപ്പർ 1-ലുള്ളത്. മെയിൻസ് പരീക്ഷയിലേക്ക് വരുന്ന സമയത്തും ഇതേ സബ്ജക്റ്റുകൾ തന്നെയാണ്, പക്ഷെ അവിടെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് മോഡൽ അപ്രോച്ച് ചെയ്യുന്നത് മാത്രം. ഓക്കെ, കുറച്ചും കൂടി ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പിലല്ല സബ്ജക്റ്റീവ് മോഡൽ അപ്രോച്ച് ചെയ്യുന്നത് മാത്രം ഞാൻ പറഞ്ഞുതരാം. സോ ഈ 7 പേപ്പറാണ്, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കോണമി, പൊളിറ്റി, സയൻസ് ആൻഡ് ടെക്നോളജി, എക്കോളജി, എൻവയോൺമെന്റ്, കറണ്ട് അഫയേഴ്സ്, 8 ടോപ്പിക്. GS പേപ്പർ 2 നേരത്തെ സൂചിപ്പിച്ചു, ബേസിക് മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട ഒരു ഏരിയ ആണ്, ഒരു ടോപ്പിക്, ഒരു പേപ്പറാണ്. അതിൽ ന്യൂമറിക്കൽ എബിലിറ്റി വരുന്നുണ്ട്, ലോജിക്കൽ റീസൺ വരുന്നുണ്ട്, മെന്റൽ എബിലിറ്റി വരുന്നുണ്ട്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ വരുന്നുണ്ട്, കോംപ്രഹെൻഷൻ വരുന്നുണ്ട്, ഷോർട്ട് ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ, ഇങ്ങനെ തുടങ്ങി 7 ടോപ്പിക്കുകളാണ്. അത് പ്യൂർലി ഒരു 10ാം ക്ലാസ് സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സിനെ കണക്ട് ചെയ്തുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് GS പേപ്പർ 2-ലുള്ളത്. നമുക്കൊന്ന് പ്ലാൻ ചെയ്ത് ആർക്കും എത്തിപ്പെടാൻ പറ്റാവുന്ന, അല്ലെങ്കിൽ ആർക്കും ക്വാളിഫൈ ചെയ്യാൻ പറ്റാവുന്ന ഒരു പേപ്പറാണ്. ഈവൻ ഒരു മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണം നിർബന്ധമില്ല, ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ എഴുതാൻ കഴിയുന്ന ഒരു പാർട്ടാണ്. ഓക്കെ, ഇതാണ് പ്രിലിമിനറി പരീക്ഷ ടോപ്പിക്. മെയിൻസ് പരീക്ഷയിലേക്ക് വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചു 9 പേപ്പറാണുള്ളത്. അതിൽ സിലബസും ആണ് പറയുന്നത്. 9 പേപ്പറിൽ ഒന്നാമത്തെ പേപ്പർ ഒരു എസ്എ പേപ്പറാണ്. എസ്എ പേപ്പർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പുതിയ എക്സാമിന് ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ 2 എസ്എ ആണ് എഴുതേണ്ടത്. നമുക്കൊരു 4 ടോപ്പിക് പ്ലസ് 4 ടോപ്പിക് 8 ടോപ്പിക് UPSC തരും. ആ 8 ടോപ്പിക്കിൽ സെക്ഷൻ എ 4 ടോപ്പിക്, സെക്ഷൻ ബി 4 ടോപ്പിക്. സെക്ഷൻ എയിൽ നിന്ന് ഒരു ടോപ്പിക് എടുത്ത് നിങ്ങൾക്ക് എസ്എ എഴുതാം, സെക്ഷൻ ബിയിൽ നിന്ന് ഒരു ടോപ്പിക് എടുത്ത് എഴുതാം. അപ്പോൾ ഔട്ട് ഓഫ് 8 നിങ്ങൾക്ക് 2 എസ്എ ആണ് എഴുതേണ്ടി വരിക. എസ്എ നമ്മൾ സാധാരണ എസ്എ പോലെയല്ല, ഏകദേശം അവർ പറയുന്ന വേർഡ് ലിമിറ്റ് 1200 വേർഡ്സ് ആണ്. 1200 വേർഡ്സിലാണ് ഒരു എസ്എ എഴുതേണ്ടത്. ഇപ്പൊ 2 എസ്എ ഏകദേശം 2400 വേർഡ്സിലാണ് 2 എസ്എ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇതാണ് പേപ്പർ 1 എന്ന് പറയുന്നത്. ഈ എസ്എക്ക് 3 മണിക്കൂറാണ് സമയം കിട്ടുന്നത്. നേരത്തെ പ്രിലിമിനറി പക്ഷേ ടൈമിംഗ് ഞാൻ വിട്ടുപോയി. പ്രിലിമിനറി എക്സാമിന് 2 മണിക്കൂറാണ് സമയം. 100 ചോദ്യമാണ് ഉണ്ടാവുക, 200 മാർക്കാണ്. അത് GS പേപ്പർ 1-ന് 2 മണിക്കൂർ, 100 ചോദ്യം, 200 മാർക്ക്. GS പേപ്പർ 2-ന് 2 മണിക്കൂർ, 80 ചോദ്യം, 2.5 മാർക്ക്. ഓക്കെ, GS പേപ്പർ മെയിൻസ് പരീക്ഷയിൽ എസ്എ 250 മാർക്കാണ്, 3 മണിക്കൂറായിരിക്കും എക്സാം ഉണ്ടാവുക. രണ്ടാമത്തെ പേപ്പർ GS പേപ്പർ 1, ജനറൽ സ്റ്റഡീസ് പേപ്പർ 1. അതിൽ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി, ഇന്ത്യൻ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, GS പേപ്പർ 1 അതും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. ഒരു 20 ചോദ്യമൊക്കെ ആയിരിക്കും അതിന് ചോദിക്കുന്നത് സാധാരണ. അതിന്റെ മാർക്ക് വീണ്ടും 250 മാർക്കാണ്, 3 മണിക്കൂർ. സമയം സെയിം ആണ്, മാർക്കും സെയിം ആണ്, എസ്എ പോലെ തന്നെ. ദെൻ GS പേപ്പർ 2. GS പേപ്പർ 2 ഇതേപോലെ 250 മാർക്കിനാണ്, 3 മണിക്കൂർ പരീക്ഷയാണ്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഗവേണൻസ് എന്നുള്ള ടോപ്പിക്കാണ്. അതോടൊപ്പം ഇന്ത്യയിലെ സോഷ്യൽ ഇഷ്യൂമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു ഏരിയ അതിൽ വേറെ ചോദിക്കുന്നത് ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്, ഇന്ത്യയുടെ ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ പേപ്പർ GS പേപ്പർ 3. GS പേപ്പർ 3 എസ്എ കഴിച്ചു. 4ാമത്തെ പേപ്പർ ഞാൻ പറഞ്ഞ എസ്എ, GS പേപ്പർ 1, GS പേപ്പർ 2, GS പേപ്പർ 3. 4ാമത്തെ പേപ്പർ GS പേപ്പർ 3 ആണ്, പേപ്പർ 3. അതിലെ മെയിൻ സബ്ജക്ട് ഒന്ന് ഇന്ത്യൻ എക്കോണമിയാണ്. അതോടൊപ്പം സയൻസ് ആൻഡ് ടെക്നോളജി ഒരു ടോപ്പിക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ദെൻ എക്കോളജി, എൻവയോൺമെന്റ് അതിൽ വരുന്നുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ചെറിയൊരു ടോപ്പിക് വരുന്നുണ്ട്. ഇന്റേണൽ സെക്യൂരിറ്റി, ഇന്ത്യയുടെ ഇന്റേണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ NIA ഇഷ്യൂ ഒക്കെ നടക്കുന്നതാണ്. ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് എക്സാമിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ ഈ ഇന്റർണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഏരിയ വരുന്നുണ്ട്. ഇത്രയും ഏരിയകളാണ് GS പേപ്പർ 3-ൽ വരുന്നത്. ഓക്കെ, ദെൻ GS പേപ്പർ 4. ഇപ്പോൾ ജനറൽ സ്റ്റഡീസിന് 4 പേപ്പേഴ്സ് ആണുള്ളത്. GS പേപ്പർ 4-ൽ 4 എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സബ്ജക്റ്റ് അല്ല, എത്തിക്സ് ആൻഡ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. അതിൽ നമ്മൾ എത്തിക്സും ഇന്റഗ്രിറ്റിയും അളക്കുന്ന ഒരു പേപ്പറാണ്. അപ്പൊ അതിനൊരു പ്രത്യേക സബ്ജക്ട് എന്ന് പറയാൻ പറ്റും. അത് നമ്മളൊരു ലൈഫ് എക്സ്പീരിയൻസിൽ കുറെ കാര്യങ്ങൾ, ഇപ്പൊ എക്സാമ്പിൾ പറയണമെങ്കിൽ വാട്ട് യു മീൻ ബൈ ഹാപ്പിനെസ് ഒരു ക്വസ്റ്റ്യൻ ആണ് UPSC ചോദിച്ചത്. അപ്പൊ അവിടെ നമ്മൾ എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹാപ്പിനെസ് എന്ന് പറയുന്നത്, അത് നമ്മളെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു എക്സാമിന് ഒരു പേപ്പറാണ്. അപ്പൊ അതിൽ സൈക്കോളജി വരും, ഫിലോസഫി വരും, സോഷ്യോളജി ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഏരിയ. പക്ഷെ അതിൽ നമ്മൾ പ്യൂർലി നമ്മളെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലും, അല്ലെങ്കിൽ നമ്മളെ ഒരു ഇന്റഗ്രിറ്റിയും എത്തിക്സും ഒക്കെ അളക്കുന്ന ഒരു പേപ്പറാണ്. ഓക്കെ, ജെന്യൂൻ ആയിട്ട് ആൻസർ ചെയ്യേണ്ട ഒരു പേപ്പറും കൂടിയാണ് അത്. എല്ലാം ജെന്യൂൻ ആണ്, പക്ഷെ ഇവിടെ നമ്മൾ വളരെ തീർച്ചയായിട്ടും നമ്മളൊരു ലൈഫിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ, നമ്മുടെ ലൈഫിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇതാണ് GS പേപ്പർ 4. ഒന്നുകൂടി സൂചിപ്പിക്കാം, എസ്എ,
GS പേപ്പർ 1, GS പേപ്പർ 2, GS പേപ്പർ 3, GS പേപ്പർ 4. ഓക്കെ, ഇതിനു ശേഷം 5 പേപ്പറായി. ഇതിനു ശേഷം ഒരു ഓപ്ഷണൽ പേപ്പർ നമുക്ക് സെലക്ട് ചെയ്യാം. UPSC 50 ഓപ്ഷണൽ പേപ്പേഴ്സ് തരുന്നുണ്ട്. അതിൽ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കോണമി, പിന്നെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, സുവോളജി, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, മലയാളം ലിറ്ററേച്ചർ, ഉറുദു ലിറ്ററേച്ചർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഏരിയകൾ വരുന്നുണ്ട്, ഒരുപാട് ടോപ്പിക് വരുന്നുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ടോപ്പിക് നമുക്കൊരു സബ്ജക്ട് നമുക്ക് നമ്മൾ ഓപ്ഷണൽ പേപ്പറാക്കി സെലക്ട് ചെയ്യാം. ആ ഓപ്ഷണൽ പേപ്പറിന് 2 പേപ്പർ ഉണ്ടാവും, പേപ്പർ 1ഉം പേപ്പർ 2ഉം. അതാണ് 6ാമത്തെയും 7ാമത്തെയും പേപ്പർ. ഇപ്പൊ നിങ്ങൾ ഹിസ്റ്ററി നിങ്ങൾ ഓപ്ഷണൽ പേപ്പറാക്കി എടുക്കുകയാണെങ്കിൽ ഹിസ്റ്ററി പേപ്പർ 1, ഹിസ്റ്ററി പേപ്പർ 2, 2 പേപ്പർ. ഇങ്ങനെ ഈ essay പേപ്പർ GS1, GS2, GS3, GS4 4 പേപ്പർ GSന്റെ മൊത്തം 5 പേപ്പറായി. ഓപ്ഷണൽ പേപ്പർ പാർട്ട് 1, ഓപ്ഷണൽ പേപ്പർ പാർട്ട് 2, 7 പേപ്പർ. ഈ 7 പേപ്പറാണ് ഏറ്റവും പ്രധാനപ്പെട്ട പേപ്പേഴ്സ്. പിന്നെ 2 പേപ്പർ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഒരു ഇംഗ്ലീഷ് പേപ്പറും ഒരു റീജിയണൽ ലാംഗ്വേജ് പേപ്പറും. അത് രണ്ടും ക്വാളിഫയിങ് പേപ്പറാണ്. അതിൽ നമ്മൾ ജസ്റ്റ് ഒരു 90 മാർക്ക് 300 മാർക്കിലാണ് രണ്ടും പരീക്ഷ നടക്കുന്നത്. 300 മാർക്ക് പ്ലസ് 300 മാർക്ക്. അതിൽ ഓരോ പേപ്പറിലും ഒരു 90 മാർക്ക് വാങ്ങി ജസ്റ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. ആ പേപ്പർ നടത്തുന്നതിന്റെ ഉദ്ദേശം നമുക്ക് വളരെ ബേസിക് ആയിട്ട് ഇംഗ്ലീഷും മലയാളവും എഴുതാനും വായിക്കാനുള്ള അറിവുണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു എക്സാമിനേഷൻ ആണ്. അതിൽ ഇന്നേ വരെ ആരും പരാജയപ്പെട്ട ചരിത്രം ഉണ്ടായിട്ടില്ല. ആ 2 പേപ്പറിൽ വളരെ സിമ്പിൾ പേപ്പറാണ്. സോ ഞാൻ ഫസ്റ്റ് പറഞ്ഞ 7 പേപ്പറിൽ ഇതിന്റെ പ്രത്യേകത, 7 പേപ്പറും ഞാൻ ഫസ്റ്റ് സൂചിപ്പിച്ച പോലെ ഓരോ പേപ്പറും 3 മണിക്കൂറാണ് പരീക്ഷാ സമയം. ഓരോ പേപ്പറിന്റെയും മാക്സിമം മാർക്ക് 250 ആണ്. അപ്പോൾ 7 × 250 1750 മാർക്കിലാണ് മെയിൻസ് പരീക്ഷ നടക്കുന്നത്. ആ മെയിൻസ് പരീക്ഷയുടെ സിലബസ് ആണ് അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് അല്ലെങ്കിൽ വളരെ ബ്രീഫായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 1750 മാർക്ക് ഡിസ്ക്രിപ്റ്റീവിന്റെ ഒരു എക്സാമിനേഷൻ ആണ് പരീക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഫൈനൽ റാങ്കിലേക്ക് പരിഗണിക്കുന്നത് 2025 മാർക്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ 1750 മാർക്ക് മെയിൻസ് പരീക്ഷയ്ക്കും 275 മാർക്ക് ഇന്റർവ്യൂവിനും. ഇങ്ങനെ 2025 മാർക്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ IAS കാരനും IPS കാരനാവുന്നതും അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു റാങ്കിൽ നിന്ന് പുറത്തു പോകുന്നതൊക്കെ. മനസ്സിലായല്ലോ? ഇതാണ് അതിന്റെ ഒരു മിനിമം സ്ട്രക്ചർ എന്ന് പറയുന്നത്. സിലബസ് നിങ്ങൾക്ക് ഒരു ബ്രീഫായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. Okay. Any other questions? ഇന്റർവ്യൂയെ കുറിച്ചൊന്ന്, ഇന്റർവ്യൂവിന്റെ ശൈലി ഒന്ന് പരിചയപ്പെടുത്തി. ഓക്കെ, ഇന്റർവ്യൂ നമ്മൾ സാധാരണ ഒരു പരീക്ഷയുടെ ഇന്റർവ്യൂ അല്ലെങ്കിൽ സാധാരണ നമ്മളൊരു കോർപ്പറേറ്റ് കമ്പനിയിലോ അല്ലെങ്കിൽ സാധാരണ ഒരു ജോലിക്കോ ഒക്കെ ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ പോലെയല്ല ഇതിന്റെ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. കാരണം ഇതിന്റെ പേര് തന്നെ ഇന്റർവ്യൂ എന്നല്ല, പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ് പറയുക. UPSC അതിന്റെ പേരിട്ടിരിക്കുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ്. നിങ്ങളെ പേഴ്സണാലിറ്റി അളക്കുന്ന ഒരു ടെസ്റ്റ് ആണ് ഇവിടെ. ഇപ്പൊ സാധാരണ നമ്മളൊരു എക്സാമിനേഷൻ, നമ്മളൊരു PSC എക്സാം അല്ലെങ്കിൽ നമ്മളൊരു അസിസ്റ്റന്റ് പ്രൊഫസറെയൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിന്റെ ഒരു ഇന്റർവ്യൂ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ അക്കാഡമിക്സുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഓൾറെഡി പ്രിലിമിനറി പരീക്ഷയും മെയിൻസ് പരീക്ഷയും കംപ്ലീറ്റ് ചെയ്യുന്ന ശേഷമാണ് ഇന്റർവ്യൂവിലേക്ക് എത്തുന്നത്. അപ്പൊ നിങ്ങളെ നോളജ് ഒക്കെ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾ അതിൽ ആബിൾ ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇന്റർവ്യൂവിലേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ വീണ്ടും നമ്മളെ നോളജ് എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ നോളജ് ഒരു എക്സ്പെരിമെന്റ് നടത്താനുള്ള ഒരു ചാൻസ് അല്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു വേദിയല്ല UPSCയുടെ ഇന്റർവ്യൂ ബോർഡ് എന്ന് പറയുന്നത്. അത് വളരെ കോഡിയലാണ്. നമ്മളെ തൊട്ട് മുമ്പിൽ ഇരുന്നിട്ട് നമ്മളെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ, നമ്മൾ പേഴ്സണൽ കാര്യങ്ങളും നിങ്ങൾ പഠിച്ച സ്കൂളും നിങ്ങൾ പഠിച്ച നിങ്ങളുടെ ജീവിത രീതിയും നിങ്ങളെ ഹോബിയും നിങ്ങളെ മറ്റു കാര്യങ്ങളൊക്കെ വളരെ കോഡിലായിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അതല്ലാതെ അവിടെ നമുക്ക് മേ ബി ക്വസ്റ്റ്യൻസ് ചോദിക്കാം, നിങ്ങൾ അറിവുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പക്ഷെ അവിടെ നിങ്ങൾ ഇൻ കേസ് ഇപ്പൊ നിങ്ങളോട് ജോഗ്രഫി ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും അവിടെ മിസ്സാവില്ല. കാരണം അത് നിങ്ങൾ എത്രയും പഠിച്ചിട്ട് നിങ്ങൾ അവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ മാർക്ക് സ്കോർ ചെയ്യുന്നതും അവർ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതും നിങ്ങൾ എന്ന വ്യക്തി, കാരണം നിങ്ങൾ പരീക്ഷ എഴുതി നിങ്ങൾ എന്ന വ്യക്തിയെ നേരിട്ട് അവർ കാണുന്നത് ഇന്റർവ്യൂവിലാണ്. അപ്പൊ നിങ്ങൾ എന്ന വ്യക്തി ഈ ഒരു പോസ്റ്റിന് അർഹനാണോ, അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ്, കാരണം 21ാമത്തെ വയസ്സിൽ നിങ്ങളെ കയ്യിലേക്ക്
ഒരു ജില്ലയുടെ കംപ്ലീറ്റ് അധികാരം കയ്യിലേക്ക് വെച്ച് തരികയാണ്. ഒരു ഡിസ്ട്രിക്ട് കളക്ടർ കയ്യിലേക്ക്, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് കളക്ടർ ആയി കഴിഞ്ഞാൽ 21ാമത്തെ വയസ്സിൽ നിങ്ങളെ കയ്യിലേക്ക് ഒരു ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് തരികയാണ് കയ്യിലേക്ക് അങ്ങ്. അപ്പം ആ ഒരു കയ്യിലേക്ക് തന്നു കഴിഞ്ഞാൽ അത് കൊണ്ട് നടക്കാനുള്ള കപ്പാസിറ്റി ഈ വ്യക്തിക്ക് ഉണ്ടോ എന്നാണ് UPSC ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതല്ലാതെ നമ്മളെ അറിവോ ആ കാര്യങ്ങളൊന്നുമല്ല അവിടെ ചെക്ക് ചെയ്യുന്നത്. കാരണം അവിടുത്തെ ക്വസ്റ്റ്യന്റെ ഒരു പ്രത്യേകത, നമ്മൾ മെയിൻസ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ, പ്രിലിമിനറി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ, ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, മെയിൻസ് പരീക്ഷ എഴുതുന്നതിന് മുമ്പായിട്ട് UPSC ഒരു DAF എന്ന് പറയും, ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം UPSC-യിലേക്ക്, മെയിൻസ് പരീക്ഷയ്ക്ക് മുമ്പായിട്ട്. പ്രിലിമിനറി ക്വാളിഫൈ ചെയ്തവർ മാത്രമേ അത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ DAF ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ പേഴ്സണലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നു. നമ്മൾ പഠിച്ച സ്കൂളും നമ്മളെ ക്വാളിഫിക്കേഷൻ, നമ്മളെ ഹോബിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ എഴുതി കൊടുക്കും. അപ്പൊ ഇന്റർവ്യൂ ബോർഡിന് നമ്മൾ എത്തുന്ന സമയത്ത് ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ ഈ DAF കയ്യിലുണ്ടാവും. അപ്പം പല ക്വസ്റ്റ്യൻസും അവർ ചോദിക്കുക ആ DAF-മായി കണക്ട് ചെയ്തുകൊണ്ടാണ്. അപ്പൊ അവിടെ നിങ്ങളെ ഹോബി ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വെറുതെ ഒരു ഹോബി എഴുതി വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു, നമ്മൾ പേഴ്സണാലിറ്റിയും നമ്മളെ ഇന്റഗ്രിറ്റിയും നമ്മളൊരു മൊറാലിറ്റി ഒക്കെയാണ് ചെക്ക് ചെയ്യുന്നത് അവിടെ. അപ്പൊ അവിടെ ഒരിക്കലും നമ്മൾ കള്ളം പറയരുത്. നമ്മൾ വളരെ ഫ്രാങ്ക് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് തന്നെ നിൽക്കണം അവിടെ ഇന്റർവ്യൂവിൽ. കാരണം നമ്മൾ ഒരു ഹോബി നിങ്ങളോട് ചോദിച്ചു, അപ്പൊ നിങ്ങളിപ്പോ എഴുതിയ ഹോബി നിങ്ങൾ വെറുതെ ക്രിക്കറ്റ് നേടി, നിങ്ങൾ ക്രിക്കറ്റിനെ കുറിച്ച് ഒന്നും ഒരു ABC അറിയാത്തായിരിക്കും നിങ്ങൾ ക്രിക്കറ്റ് ചെയ്ത് അവിടെ ചോദിക്കുമ്പോൾ അവിടെ നിങ്ങൾ ക്രിക്കറ്റിനെ കുറിച്ച് സച്ചിൻ ടെണ്ടുൽക്കർ ലാസ്റ്റ് ടെസ്റ്റിൽ നേടിയ വിക്കറ്റ് എത്ര അല്ലെങ്കിൽ റൺ എത്ര ചോദിച്ചാൽ നമുക്ക് അറിയുണ്ടാവില്ല. അപ്പൊ അതിനർത്ഥം നിങ്ങളെ ജെന്യൂനായിട്ട് നിങ്ങളെ ഹോബി എന്തല്ല, ക്രിക്കറ്റ് അല്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ വിഡ്ഢിത്തരങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ അതൊന്നും അവിടെ ഇമ്പോർട്ടന്റ് അല്ല. നമ്മൾ എന്താണോ നമ്മളെ ഹോബി, ഫോർ എക്സാമ്പിൾ നമ്മൾ അബൂബക്കർ സിദ്ദീഖ് IAS ഇപ്പൊ ജാർഖണ്ഡ് ബിർള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആണ്, അതോടൊപ്പം അവിടുത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആണ്. അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോബി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഹോബി പ്രായമുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. വളരെ പ്രായമുള്ള ആൾക്കാർക്ക് ഒരുപാട് കാര്യം പറയാനുണ്ടാവും. അപ്പൊ അവര് കാര്യങ്ങൾ കേൾക്കാൻ ആളുണ്ടാവില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഹോബി അതാണ്. അദ്ദേഹത്തിന്റെ ഹോബി അതായത് അദ്ദേഹം അത് പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താണോ നമ്മളെ ഹോബി അത് ജെന്യൂനായിട്ട് പറഞ്ഞാൽ നമുക്ക് ഫുട്ബോളും ക്രിക്കറ്റും ഒന്നുമില്ല, ഒരു ഹോബി ഇല്ല, നമുക്കത് പറയാം, ഒരു പ്രശ്നമില്ല. അവിടെ നമ്മൾ വളരെ നമ്മളെ വ്യക്തിത്വത്തെ കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ നമ്മളെന്ന വ്യക്തിയെ നമുക്ക് എത്രത്തോളം അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇന്റർവ്യൂവിൽ നടക്കുന്നത്. അതല്ലാതെ ഒരുപാട് അറിവ് ചെക്ക് ചെയ്യുന്ന ഒരു ഏരിയ അല്ല എന്ന് മനസ്സിലാക്കുക. ഇതാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. പിന്നെ മാർക്ക് ചെയ്യാൻ പറഞ്ഞു, 275 മാർക്കാണ്. ആ മാർക്കിൽ സാധാരണ രീതിയിൽ ഒരു 140, 150 മാർക്കൊക്കെ എല്ലാവരും വാങ്ങാറുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഇയറിൽ ഈ വർഷത്തെ ഏറ്റവും ടോപ്പ് റാങ്കർ മീൻസ് ടോപ്പ് റാങ്ക് കിട്ടിയ ആൾക്ക് ഇന്റർവ്യൂവിൽ ടോപ്പ് മാർക്ക് കിട്ടണം നിർബന്ധമൊന്നുമില്ല. അപ്പം ഈ വർഷത്തെ ഏറ്റവും ടോപ്പ് റാങ്ക് അല്ലെങ്കിൽ ഈ വർഷത്തെ ഫസ്റ്റ് റാങ്ക് പ്രദീപ് സിംഗിനാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, പ്രദീപ് സിംഗിന് മെയിൻസിൽ മാർക്ക് കുറവാണ്, പക്ഷെ പ്രദീപ് സിംഗിനേക്കാളേറെ ഇന്റർവ്യൂവിൽ മാർക്ക് വാങ്ങിയ എത്രയോ ആൾക്കാരുണ്ട്. ഇപ്പൊ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്ക് ഇന്റർവ്യൂവിൽ മാർക്ക് കൂടെ നിർബന്ധമൊന്നുമില്ല, അവർക്ക് 2 മാർക്ക് കൂട്ടുമ്പോൾ ഏറ്റവും ടോപ്പ് മാർക്ക് വന്നർത്ഥം. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ വർഷത്തെ ഇന്റർവ്യൂവിലെ ഏറ്റവും ടോപ്പ് റാങ്ക് 206 ആണ്, 206. ഓക്കെ, 206 നല്ല മാർക്കാണ്. 206 ഇപ്പൊ കഴിഞ്ഞ 2017 ഫറൂഖ് കോളേജിൽ നിന്ന് ക്വാളിഫൈ ചെയ്ത ഹംന മറിയം ഇതിൽ 28ാം റാങ്ക് ആയിരുന്നു. അവൾക്കായിരുന്നു ആ വർഷത്തെ ഇന്റർവ്യൂവിൽ ടോപ്പ് സെക്കൻഡ് റാങ്ക് വന്നിരിക്കുന്നത്. അവൾ വാങ്ങിയതും 206, എന്റെ ഓർമ്മ 206 മാർക്കാണ്. അപ്പൊ മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞാൽ അത്രയൊക്കെ നമുക്ക് കിട്ടുന്നുള്ളൂ 275. ഓക്കെ, അപ്പം അതന്നെ ഒരു നല്ല എക്സ്ട്രാ പെർഫോമൻസ് ഒക്കെ നമ്മൾ കാഴ്ച വെക്കുമ്പോൾ കിട്ടുന്ന മാർക്കാണ്. അവിടെ നമ്മളെ അക്കാഡമിക്സ് കാര്യങ്ങൾ അപ്പുറത്തേക്ക് നമ്മളെന്ന വ്യക്തിത്വത്തെ നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതാണ് അവിടെ ചെക്ക് ചെയ്യുന്നതും അവര്. ഓക്കെ, ഐ തിങ്ക് യു ഗോട്ട് ഇറ്റ് റൈറ്റ്. ഓക്കെ, എനി അതർ ക്വസ്റ്റ്യൻസ്? ഈ ഡിഗ്രി നമ്മിപ്പോ +2 ലെവലൊക്കെ കഴിഞ്ഞ് ഡിഗ്രിക്കൊക്കെ ഇപ്പൊ ജോയിൻ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ +2 ലെവലിൽ തന്നെ ഈ വർഷം +2 പോകുന്നവർ അവർ പ്രിപ്പയർ ചെയ്താണെങ്കിൽ ഒരു റൂട്ട് ഡിഗ്രി ഏറ്റവും അനുയോജ്യമായത് എന്ന ഒരു ഇവിടെ നമ്മൾ പലപ്പോഴും നമ്മൾ വരുന്ന ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ് ഇത്. അതായത് പിന്നെ അല്ലെങ്കിൽ ഞാൻ +2 കഴിഞ്ഞ ആളാണ്, നമ്മുടെ പാരന്റ്സ് ഒക്കെ ഒന്നും പറയാറുണ്ട്, എന്റെ മോൾക്ക് അല്ലെങ്കിൽ എന്റെ മോന് IAS ആവാനാ താല്പര്യം, ഞാൻ ഏത് ഡിഗ്രിയാണ് എടുക്കേണ്ടത് ചോദ്യം എപ്പോഴും നമ്മളടുത്ത് വരുന്നൊരു വലിയൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ എപ്പോഴും റെഗുലർ ആയിട്ട് നമ്മൾ അറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മളൊരു അനാലിസിസ് നമ്മൾ മനസ്സിലാക്കിയത്, ഇപ്പോഴത്തെ ഒരു പുതിയ പരീക്ഷ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ UPSC എക്സാമിനേഷന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറും ഏറ്റവും ലേറ്റസ്റ്റ് ക്യാരക്ടറും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിയ, അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ഒരു 5 years നമുക്ക് എടുക്കാൻ കഴിയും. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം,
നമ്മൾ UPSC എക്സാമിനേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ IAS എക്സാമിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഡിഗ്രി എടുക്കുന്നതിൽ ഒരു അർത്ഥമില്ല എന്നുള്ളതാണ്. കാരണം അർത്ഥമില്ല മീൻസ് നമുക്ക് അതുകൊണ്ട് ഒരു വലിയ എഡ്ജ് ഒന്നും നിങ്ങൾക്ക് പരീക്ഷയിൽ കിട്ടാൻ സാധ്യത കുറവാണ്. പിന്നെ എക്സാമ്പിൾ പറഞ്ഞുതരാം. UPSC എക്സാമിനേഷനിൽ നിങ്ങളിപ്പം ഒരു BA ഹിസ്റ്ററി എടുക്കുന്നു കരുതുക. IAS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ആരോ പറഞ്ഞു ഹിസ്റ്ററി എടുത്താൽ നിങ്ങൾക്ക് ഹിസ്റ്ററി സബ്ജക്ട് വരുന്നുണ്ട്, അതുകൊണ്ട് ഹിസ്റ്ററി നല്ലതാന്ന് പറഞ്ഞു. അപ്പൊ ഹിസ്റ്ററി സബ്ജക്ട് നിങ്ങൾ ഡിഗ്രി എടുത്തു, നിങ്ങൾ 3 വർഷം ഡിഗ്രി പഠിക്കുന്നു. ഈ 2019 ഇപ്പൊ ലാസ്റ്റ് എക്സാം കഴിഞ്ഞ് 2019 2019 പരീക്ഷ കഴിഞ്ഞ് പേപ്പർ നോക്കിയ സമയത്ത് 2019 പ്രിലിമിനറി പരീക്ഷയിൽ ഹിസ്റ്ററിയിൽ നിന്ന് ചോദിച്ച ചോദ്യം 17 ചോദ്യമാണ് ഹിസ്റ്ററിയിൽ നിന്ന് ചോദിച്ചു തീർക്കുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ. മെയിൻസ് എക്സാമിനേഷനിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു GS പേപ്പർ 1 ഹിസ്റ്ററി വരുന്നുണ്ട്, അതിൽ ചോദിച്ചിരിക്കുന്നത് 6 ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെയിൻസ് പരീക്ഷയിൽ 6 ചോദ്യം അറ്റൻഡ് ചെയ്യാനും ഒരു പ്രിലിമിനറി പരീക്ഷയിൽ 15 ചോദ്യം അറ്റൻഡ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ആ സബ്ജക്റ്റ് ഗ്രാജുവേഷൻ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം അത് നമുക്ക് അല്ലാതെ തന്നെ വായിച്ച് ആൻസർ ചെയ്യാൻ പറ്റാവുന്ന ചോദ്യമാണുള്ളത്. ഓക്കെ, ഇപ്പൊ ഒരു ഒറ്റ എക്സാമ്പിൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഇത് 2000 എന്റെ മുമ്പിൽ ഇരിക്കുന്നത് 2019 ക്വസ്റ്റ്യൻ പേപ്പർ ലാസ്റ്റ് കഴിഞ്ഞ മെയിൻസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിലൊരു ചോദ്യം മാത്രമേ എനിക്ക് വായിച്ചു തരാം. ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. മെനി വോയിസസ് ഹാഡ് സ്ട്രെങ്തൻഡ് ആൻഡ് എൻറിച്ച്ഡ് ദി നാഷണലിസ്റ്റ് മൂവ്മെന്റ് ഡ്യൂറിംഗ് ദി ഗാന്ധിയൻ ഫേസ്. എലാബറേറ്റ്. ഗാന്ധിജിയുടെ സമരത്ത് അല്ലെങ്കിൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗാന്ധിജിയുടെ പീരീഡിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിനെ സ്ട്രെങ്തൻ ചെയ്ത ഒരുപാട് വോയിസുകളുണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരെ കുറിച്ചൊന്ന് എലാബറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഇത് എലാബറേറ്റ് ചെയ്യാൻ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് ആൻസർ ചെയ്യാൻ നമ്മൾ ഒരിക്കലും ഒരു BA ഹിസ്റ്ററി പഠിക്കേണ്ട ആളാവണം നിർബന്ധമൊന്നുമില്ല. കാരണം നമ്മൾ ആകെ ആൻസർ ചെയ്യുന്നത് 150 വേർഡിലേക്കാണ്. ആ 150 വേർഡിൽ ഒരു നല്ല ആൻസർ നമുക്ക് ഇരുന്ന് വായിച്ച് എഴുതി ഉണ്ടാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പൊ അവിടെ പറഞ്ഞു വരുന്നത് നമ്മളൊരു പ്രത്യേക സബ്ജക്ട് അതായത് ഞാൻ പ്രത്യേകം പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് ആണെങ്കിൽ ഓക്കെ, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്ട് നമ്മൾ UPSC എക്സാമിനേഷന് വേണ്ടിയിട്ട് ഡിഗ്രി ആക്കി സെലക്ട് ചെയ്യാൻ ഒരിക്കലും പാടില്ല. കാരണം നിങ്ങൾക്ക് അവസാനം ആ ഡിഗ്രി കൊണ്ട് നിങ്ങൾ കുടുങ്ങും. ആ ഡിഗ്രി കൊണ്ട് നിങ്ങൾക്ക് UPSCയിലും എക്സ്പെക്ട് ചെയ്തൊരു അഡ്വാൻറ്റേജ് കിട്ടണം നിർബന്ധമല്ല. അതായത് ഇവിടെ എല്ലാ സബ്ജക്റ്റിനും ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് UPSC ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത്. അവിടെ ഹിസ്റ്ററിയും ജോഗ്രഫിയും എക്കോണമിയും പൊളിറ്റിയും സയൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഒരു വർഷം ഒന്ന് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ടോപ്പിക് മാത്രമേ ചോദിക്കുന്നുള്ളൂ UPSC. കാരണം GS പേപ്പർ 1 ഞാൻ പറഞ്ഞു ഹിസ്റ്ററിയും ജോഗ്രഫിയും സൊസൈറ്റിയുമാണ് അല്ലെങ്കിൽ ഇന്ത്യൻ സോഷ്യോളജിയുമാണ് സാധാരണ ചോദിക്കുന്ന ഒരു ഏരിയ. അതിൽ ആകെ കഴിഞ്ഞ വർഷം ചോദിച്ചത് 25 ചോദ്യമാണ്. അപ്പം ഈ 3 സബ്ജക്റ്റിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന 25 ചോദ്യമാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഈ 25 ക്വസ്റ്റ്യൻസിന്റെ ഒരു 1/3 ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതേ സബ്ജക്ട് ഗ്രാജുവേഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഓപ്ഷണൽ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എടുക്കുന്ന ഡിഗ്രി ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഓപ്ഷണൽ പേപ്പർ നമ്മൾ കുറച്ചുകൂടി ഡെപ്തിൽ പഠിക്കേണ്ട പേപ്പറാണ്. ഓപ്ഷണൽ പേപ്പർ ആ സബ്ജക്റ്റിന് നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ഓപ്ഷണൽ പേപ്പറിൽ ആ സബ്ജക്റ്റിനെ കുറിച്ച് മാത്രമേ ചോദിക്കൂ. ഹിസ്റ്ററി നിങ്ങൾ ഓപ്ഷണൽ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജോഗ്രഫി എടുത്തു കഴിഞ്ഞാൽ ജോഗ്രഫിയെ കുറിച്ച് മാത്രമേ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അപ്പം അവിടെ നിങ്ങളൊരു പക്ഷേ നിങ്ങളെ ഗ്രാജുവേഷൻ നിങ്ങൾ അതേ ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ പക്ഷെ നമുക്ക് അതും പലപ്പോഴും കേരളത്തിലൊക്കെ സംഭവിക്കാറുള്ളത് നമ്മൾ എടുത്ത ഡിഗ്രി പോലും നമുക്ക് എടുക്കാനുള്ള കോൺഫിഡൻസ് പലപ്പോഴും ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. ഇപ്പം ഫറൂഖ് കോളേജിലൊക്കെ പഠിക്കുന്നതിൽ ഒരു വലിയ വിഭാഗം കുട്ടികൾ BTech കഴിഞ്ഞ അല്ലെങ്കിൽ M.Tech കഴിഞ്ഞ കുട്ടികളാണ്. പക്ഷെ അവരൊരിക്കലും അവരെ BTech M.Tech അല്ലെങ്കിൽ BTech M.Tech ഒക്കെ നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഇതിന്റെ ഓപ്ഷണൽ പേപ്പറിൽ വരുന്നുണ്ട്. പക്ഷെ ഓപ്ഷണൽ പേപ്പറിൽ ഒരിക്കലും അവർ അത് എടുക്കാറില്ല. കാരണം അവർക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ല ആ പേപ്പർ എഴുതി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അവർ ദേ മേ ഓപ്റ്റ് ജോഗ്രഫി ഓർ ഹിസ്റ്ററി ഓർ സോഷ്യോളജി എനിത്തിങ് അല്ലെങ്കിൽ ലിറ്ററേച്ചർ. ഇപ്പം ഈ വർഷം 54ാം റാങ്ക് നേടിയ സഫ്ന നസറുദ്ദീൻ തിരുവനന്തപുരത്തുകാരത്ത്. അപ്പൊ കഴിഞ്ഞ വർഷം അവളുടെ സംസാര സമയത്ത് അവള് ഡിഗ്രി BA എക്കണോമിക്സ് ആണ്, അവളെ ഓപ്ഷണൽ പേപ്പർ സോഷ്യോളജിയാണ്. അവൾ പറയുന്നത് BA എക്കണോമിക്സിന്റെ ഫസ്റ്റ് പേപ്പർ എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല ക്വാളിഫൈ ചെയ്യും എന്നുള്ളത്, അതുകൊണ്ട് അവൾ അത് സ്കിപ്പ് ചെയ്തിട്ട് ഇതാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഓപ്ഷണൽ പേപ്പർ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓപ്ഷണൽ പേപ്പറിൽ ആ പേപ്പറുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഗ്രാജുവേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഗ്രാജുവേഷൻ നല്ലതാണ്. അതല്ലാതെ UPSC എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട ഗ്രാജുവേഷൻ മാറ്റി വെച്ചുകൊണ്ട് ഒരിക്കലും ഒരു ഡിഗ്രി സബ്ജക്റ്റിലേക്ക് പോകേണ്ട ആവശ്യം ഇപ്പോഴത്തെ കറണ്ട് സെനാരിയോയിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും.
കാരണം നിങ്ങൾ ഹിസ്റ്ററി, ഇപ്പം ഒരു BA എക്കണോമിക്സ് എടുത്ത ഒരാളാണെങ്കിൽ അദ്ദേഹം സോഷ്യോളജിയും പഠിക്കണം പരീക്ഷയ്ക്ക്, അദ്ദേഹം ജോഗ്രഫിയും പഠിക്കണം, പൊളിറ്റിയും പഠിക്കണം, അദ്ദേഹം സയൻസും പഠിക്കണം. അപ്പൊ അവിടെ നമുക്കൊരു പ്രത്യേക അഡ്വാൻറ്റേജ് സോഷ്യോളജി എടുത്തതുകൊണ്ട് അല്ലെങ്കിൽ ഒരു BA എക്കണോമിക്സ് എടുത്തുകൊണ്ട് എക്കണോമിക്സ് ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്നു മാത്രം. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഒരിക്കലും നമ്മളൊരു ഡ്രീം ആയിട്ടുള്ള ഒരു ഡിഗ്രി സബ്ജക്റ്റുകളൊന്നും ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏത് ഡിഗ്രിക്കും പോവാം, ഏത് ഡിഗ്രി എടുത്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ കഴിയും. ഇപ്പൊ നമ്മൾ അതേ ഡിഗ്രി എടുത്ത ആൾക്കാരൊന്നും അല്ല ക്വാളിഫൈ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ നെക്സ്റ്റ്, ഇനി അത് ഡിഗ്രി ഒന്നും കൂടി ഡീറ്റെയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ വീണ്ടും നിങ്ങൾക്ക് എന്റെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാൻ ഒന്നും കൂടി, കാരണം അതൊക്കെ വലിയ നമുക്ക് കുറെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ്. ഇനിയിപ്പോ ഞാനത് ബ്രീഫായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഇനി ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഇതുപോലെ പ്രസക്തമായ ക്വസ്റ്റ്യങ്ങൾ വരുമ്പോ പറയാം. പിന്നെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പൊ തുടക്കക്കാര് അതിന് ആസ്പിറന്റ് ആയി താല്പര്യപ്പെട്ടു നിൽക്കുന്ന ആളുകളോട് ഒന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു അഡ്വൈസ്. ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണോ അതല്ല +2 കഴിഞ്ഞവരാണോ? +2 അല്ലെങ്കിൽ ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞ ഒരാള് അങ്ങനെ കഴിഞ്ഞവര്. ഓക്കെ, 10ാം ക്ലാസ് കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ +2 കഴിഞ്ഞ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, UPSC എക്സാമിനേഷന്റെ സ്ട്രക്ചറും അതിന്റെ ഒരു ക്യാരക്ടറൊക്കെ ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ ഒരു ക്യാരക്ടർ അല്ല ഈ വർഷത്തെ UPSC ക്വസ്റ്റ്യൻസിൽ കാണാൻ സാധിക്കുന്നത്. ഇതായിരിക്കണം എന്നില്ല, നെക്സ്റ്റ് ഇയറിൽ മാറാം ചിലപ്പം ക്യാരക്ടർ, ചിലപ്പോൾ അതിന്റെ സ്ട്രക്ചർ തന്നെ മാറാം. അല്ലെങ്കിൽ ഇതിന്റെ ഇപ്പൊ ഈ കഴിഞ്ഞൊരു 10 വർഷങ്ങളിലായിട്ട് ഇതിന്റെ സ്ട്രക്ചറിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓപ്ഷണൽ പേപ്പർ നേരത്തെ 2 ഓപ്ഷണൽ പേപ്പർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരേ സമയം നമ്മൾ 2 ഓപ്ഷണൽ പേപ്പർ പഠിക്കണമായിരുന്നു, പക്ഷെ അത് UPSC ഒരു ഓപ്ഷണൽ പേപ്പറാക്കി മാറ്റി. ഓക്കെ, രണ്ടാമത്തെ ഒരു കാര്യം, ഈ CSAT എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. CSAT എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന CSAT പേപ്പർ 2, അതായത് ഈ GS പേപ്പർ 2 പ്രിലിമിനറി പരീക്ഷയിലെ രണ്ടാമത്തെ പേപ്പർ. ആ പേപ്പർ ആദ്യം നേരത്തെ 2010 മുമ്പൊക്കെ GS പേപ്പർ 1ന്റെ ഒരു ഭാഗമായിട്ടായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ അത് പിന്നീട് എന്ത് ചെയ്തു, GS പേപ്പർ 2 ആയിട്ട് രണ്ടാമത്തെ പേപ്പർ ആക്കിയിട്ട് മാറ്റി. അങ്ങനെ സ്ട്രക്ചറിൽ ചേഞ്ച് അവർ കൊണ്ടുവന്നു. എത്തിക്സ് പേപ്പർ ഞാൻ നേരത്തെ പറഞ്ഞ GS പേപ്പർ 4 എത്തിക്സ് പേപ്പർ അവരിപ്പോ റീസെന്റ് ആയിട്ട് ഒരു 5 വർഷം മുമ്പ് ലോഞ്ച് ചെയ്ത പേപ്പറാണ്, പുതിയ പേപ്പറാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്കറിയാം ലാസ്റ്റ് വീക്ക് ഒരു 2-3 ഡേയ്സ് പാർലമെന്റിൽ വലിയ ചർച്ചയുണ്ടായിരുന്നു. ഈ IAS എക്സാമിനേഷന്റെ നേരത്തെ സൂചിപ്പിച്ച പ്രിലിമിനറി പരീക്ഷയുടെ പേപ്പർ 2 മാറ്റമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് മാറ്റുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഡിസ്കഷൻസ് ഇപ്പം ഈ ഓപ്ഷണൽ പേപ്പർ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പിന്നെ പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ 10ാം ക്ലാസ്സിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ 10th പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത് 5 വർഷം കഴിഞ്ഞിട്ടാണ്. കാരണം നിങ്ങൾ ഗ്രാജുവേഷൻ കഴിയുമ്പോഴേക്ക് 5 വർഷം കംപ്ലീറ്റ് ആവും. അപ്പൊ 5 വർഷം കഴിയുന്ന +2 കാരനാണെങ്കിൽ അദ്ദേഹം 3 വർഷം കഴിഞ്ഞിട്ടാണ് എക്സാം എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ മേ ബി ഇതേ പാറ്റേൺ തന്നെ ആയിരിക്കും ആ സമയത്ത് UPSC കണ്ടിന്യൂ ചെയ്യുന്നത്. അതല്ല, ചിലപ്പോൾ ഗവൺമെന്റ് മാറ്റങ്ങളൊക്കെ വരുത്തി UPSC സ്ട്രക്ചറിലൊക്കെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഒരു ഡിഫറെന്റ് മേഖലയിലേക്കായിരിക്കും UPSC എക്സാമിന്റെ സ്ട്രക്ചറിലൊക്കെ മാറുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇന്നത്തെ ഒരു സിലബസും ഇന്നത്തെ ഒരു സ്ട്രക്ചറും കണ്ടുകൊണ്ട് നമ്മൾ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പം ഇതായിരിക്കില്ല ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇതിന്റെ ബേസിക് ആയിട്ട് മാറാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന്, നമ്മളൊരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി. കാരണം UPSC വർഷങ്ങളായിട്ട് ചേഞ്ച് ചെയ്യാതെ നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇതിന്റെ സിലബസിന്റെ സബ്ജക്റ്റുകൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്തുമെങ്കിലും പ്രധാനപ്പെട്ട ഈ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കോണമി, പൊളിറ്റി, കറണ്ട് ഇവന്റ്സ് ഇതൊക്കെ വർഷങ്ങളായിട്ട് UPSC കണ്ടിന്യൂ ചെയ്യുന്ന സബ്ജക്റ്റുകളാണ്. അപ്പൊ ആ സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആദ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് തുടക്കക്കാർ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അതിന് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ NCERT ബുക്ക് റെഫർ ചെയ്യുക എന്നുള്ളതാണ്. NCERT റെഫർ ചെയ്യുമ്പോൾ ഓൾഡ് NCERT, പുതിയ NCERT അല്ല, ഓൾഡ് NCERT. ഇത് നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആവണമെന്നില്ല, പക്ഷെ നിങ്ങൾക്ക് നെറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ഓൾഡ് NCERT പ്രത്യേകത, പുതിയ NCERT കുറച്ചും കൂടി കുട്ടികൾക്കുള്ള ഒരു NCERT ഉണ്ട്. പുതിയ NCERT നമുക്കറിയാം NCERT UPSC ഉണ്ടാക്കിയ ടെക്സ്റ്റ് ബുക്ക് അല്ല, ഇത് കുട്ടികൾ പഠിക്കാനുള്ളത്. പക്ഷെ കുറച്ചും കൂടി ഒരു അപ്ലിക്കേഷൻ ലെവലിലാണ് NCERT പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നിരിക്കുന്നത്. പക്ഷെ ഓൾഡ് NCERT കുറച്ചും കൂടി ഫാക്ച്വൽ കാര്യങ്ങൾ കൂടുതലുള്ള NCERT ആണ്. അപ്പൊ ആ NCERT കിട്ടുവാണെങ്കിൽ ഒരു 6th മുതൽ 12ാം ക്ലാസ് വരെയുള്ള NCERT ബുക്കുകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്റ്ററിയും ജോഗ്രഫിയും എക്കോണമിയും അതോടൊപ്പം തന്നെ എക്കോളജി, എൻവയോൺമെന്റ്,
ഇത്രയും ബുക്കുകൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കുക, ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക. അതിലൊരിക്കലും UPSC മാറ്റം വരുത്തിയിട്ടില്ല. അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇവിടെ UPSC വർഷങ്ങളായിട്ട് ചെക്ക് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ഒരു ഇൻഡിവിജ്വലിന്റെ കപ്പാസിറ്റിയാണ് UPSC ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിക്ക് വ്യക്തിപരമായിട്ട് ഒരു വീക്ഷണം ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഒരു ഇഷ്യൂ വന്നു രാജ്യത്ത്, ആ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആ ഇഷ്യൂവിനെ നമ്മൾ എല്ലാവരും കാണുന്ന പോലെ നമ്മളും കാണാൻ പാടില്ല. ഇപ്പൊ ഒരു CA ആക്ട് വന്നു, ഒരു സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് വന്നു, കുറെ പേര് അതിനെ ഒപ്പോസ് ചെയ്യുന്നു, കുറെ പേര് അതിനെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കതിനെ രണ്ട് രീതി നമുക്ക് നിൽക്കാം. നമുക്കതിനെ ഒപ്പോസ് ചെയ്യാം, നമുക്കതിനെ പോസിറ്റീവായിട്ടും റിയാക്ട് ചെയ്യാം. പക്ഷെ ഒരു UPSC ആസ്പിറന്റ് റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അതിനെ ഒപ്പോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അതിന് പോസിറ്റീവായിട്ട് കാണുന്നു, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു, അതിന് വ്യക്തമായ ഒരു ആൻസർ അദ്ദേഹത്തിന് മുമ്പിൽ വേണം. കാരണം നമുക്ക് ഒരു UPSC ആസ്പിറന്റ് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ലേമന് പറയുന്ന പോലെ ഒരു മറുപടി പറയാൻ പറ്റില്ല. നമ്മൾ അത് പറയുന്ന സമയത്ത് നമുക്ക് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം. നമുക്ക് ആ ഒരു കപ്പാസിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ എന്ത് കാര്യം പറയുമ്പോഴും നമുക്ക് നമ്മുടേതായ സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ കഴിയണം. കാരണം UPSCയുടെ മെയിൻസ് പരീക്ഷയിലെ പല ചോദ്യങ്ങളും ചോദിക്കുന്നത് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം ഒറ്റ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്ക് ഇപ്പം ഈ വർഷത്തെ ലാസ്റ്റ് കഴിഞ്ഞ പരീക്ഷയിലെ ഒരു ചോദ്യമാണ്. ഇന്ത്യൻ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം. ആർ വി ലൂസിങ് അവർ ലോക്കൽ ഐഡന്റിറ്റി ഫോർ ദി ഗ്ലോബൽ ഐഡന്റിറ്റി? ഒരു ക്വസ്റ്റ്യൻ ആണ് UPSC ചോദിച്ച 15 മാർക്കിന് 250 മാർക്കിന് വേർഡ്സിൽ ഈ ഏറ്റവും ലാസ്റ്റ് എന്ന പരീക്ഷ ഒരു ചോദ്യമാണ്. അതായത് നമ്മൾ ഗ്ലോബൽ ഐഡന്റിറ്റിയെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ ലോക്കൽ ഐഡന്റിറ്റിയെ ലൂസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഒരു വലിയ ടോപ്പിക്കാണ് ഇത്. പക്ഷെ അവിടെ ഈ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മുടെ വ്യക്തിപരമായ ഒരു ആൻസർ അവിടെ കൊടുക്കാൻ പറ്റണം നമുക്ക്. അതായത് നമ്മൾ ഗ്ലോബലൈസേഷന്റെ പിന്നാലെ പോകുന്നുണ്ട്, നമ്മൾ ഗ്ലോബൽ ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ആർ വി ലൂസിങ് അവർ ലോക്കൽ ഐഡന്റിറ്റി എന്നാണ് UPSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് നമ്മുടേതായ നമ്മൾ അങ്ങനെ ലൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ലൂസ് ചെയ്യുന്നില്ല എന്ന് പറയാം. രണ്ട് പറയുമ്പോഴും നമ്മൾ അതിനുള്ള ഒരു സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു കപ്പാസിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു, തുടക്കക്കാരായ ആൾക്കാർ ചെയ്യേണ്ട ഒരു കാര്യം, ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ എന്ത് കാര്യം സംസാരിക്കുമ്പോഴും നമുക്ക് അതിനെ നമ്മുടെ സ്വന്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിക്കൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കണം. അത് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ന്യൂസ് പേപ്പർ വായിക്കുക. മാക്സിമം നിങ്ങൾ റീഡിങ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, കാരണം നമുക്ക് ഒരുപാട് വായിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് ഐഡിയാസ് ജനറേറ്റ് ചെയ്യുക. ഒരുപാട് വായിക്കുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ ഒരുപാട് പേഴ്സ്പെക്റ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അതോടൊപ്പം നല്ല വായന ഉണ്ടാകുമ്പോഴാണ് ഒരു കാര്യത്തിൽ നമുക്ക് പല ആംഗിളും നിരീക്ഷിക്കാൻ പറ്റുന്നത്. ആണ് ഒരു തുടക്കക്കാരനുള്ള രീതി ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നല്ല വായന ഉണ്ടാക്കണം. ആ വായനയിലൂടെ നിങ്ങൾക്ക് സ്വന്തമായി അഭിപ്രായം രേഖപ്പെടുത്താനുള്ള കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യണം. മൂന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇത് പലപ്പോഴും നമ്മളെ കേരള സ്റ്റുഡൻസ് മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ നല്ല ലാംഗ്വേജ് ഉണ്ടാക്കാൻ ശ്രമിക്കണം. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈഫൈ ലാംഗ്വേജ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും UPSCക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഭയങ്കര ഹൈഫൈ ലാംഗ്വേജിൽ ഇംഗ്ലീഷ് എഴുതി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. സാധാരണ ലാംഗ്വേജിൽ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി കൊടുത്താൽ മതി. പക്ഷെ നമ്മളൊരു പ്രോബ്ലം, നമ്മൾ പലപ്പോഴും ആ രീതിയിൽ നമുക്കൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ലാംഗ്വേജ് സ്കില്ല് നമുക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല. കാരണം നമ്മൾ ഇംഗ്ലീഷും പഠിക്കും, മലയാളം പഠിക്കും. നമുക്ക് മലയാളം നന്നായിട്ട് എഴുതാൻ കഴിയില്ല, ഇംഗ്ലീഷ് നന്നായിട്ട് എഴുതാൻ കഴിയില്ല. അതാണ് നമ്മളൊരു പ്രശ്നം. അപ്പൊ നമ്മൾ അത് മാറ്റിയിട്ട് നമ്മൾ നല്ല റൈറ്റിംഗ് സ്കില്ല്, നല്ല ലാംഗ്വേജിൽ എഴുതാനുള്ള ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നല്ല ലാംഗ്വേജിൽ എഴുതി പരിശീലിക്കാൻ നമ്മൾ ശ്രമിക്കണം. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ എല്ലാ ദിവസവും വരുന്ന ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ടാവും. ആ ന്യൂസ് പേപ്പറിൽ കാണുന്ന എഡിറ്റോറിയൽ നിങ്ങളെ ഭാഷ നിങ്ങൾ വായിച്ചു നോക്കുക. കാരണം എഡിറ്റോറിയൽ ആ ഒരു ദിവസത്തെ അല്ലെങ്കിൽ തലേ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് വളരെ ബ്രീഫായിട്ട് എഡിറ്റർ എഴുതി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടായിരിക്കും. അപ്പോൾ അതാണ് ശരിക്കും ഒരു UPSCയുടെ ഒരു ആൻസറിലേക്ക് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. ഒരു എഡിറ്റോറിയൽ വായിച്ചു നോക്കുക. ആ വായിച്ച കാര്യത്തെ നിങ്ങളെ ലാംഗ്വേജിൽ എഴുതി പരിശീലിക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു 3 മാസം 4 മാസം നമ്മൾ എഴുതുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മളെ ലാംഗ്വേജ് നന്നായിട്ട് വരും. ആ ലാംഗ്വേജ് സ്കില്ല് അല്ലെങ്കിൽ ആ ഒരു റൈറ്റിംഗ് സ്കില്ല് നമ്മൾ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തെടുക്കണം. കാരണം ഇതൊക്കെ നമുക്ക് എപ്പോഴും UPSC എക്സാമിനേഷന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ സ്ട്രക്ചർ മാറിയാലും തീം മാറിയാലും ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഒരിക്കലും മാറ്റം വരാറില്ല. ഓക്കെ,
നാലാമത് ചെയ്യേണ്ട ഒരു കാര്യം കറണ്ട് ഇവന്റ്സുമായി ബന്ധപ്പെട്ട് നല്ല ധാരണ വേണം. ലോകത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇന്ത്യയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് നല്ല അവബോധം വേണം. നമുക്ക് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, എന്താണ് ലോകത്ത് നടക്കുന്നത്, എന്താണ് ഇന്ത്യ നടക്കുന്നത്, പ്രധാനപ്പെട്ട ഇഷ്യൂസ്, നമ്മൾ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യവും ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂസിനെ കുറിച്ച് നമ്മൾ, അല്ലെങ്കിൽ കറണ്ട് റിലേറ്റഡ് ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണ വേണം. അതും നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ റീഡിങ്ങിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്, യു ക്യാൻ റീഡ് NCERT ബുക്സ്. സെക്കൻഡ്, റൈറ്റിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യുക, ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുക. മൂന്നാമത്തെ ഞാൻ പറഞ്ഞു, നമുക്കൊരു റീഡിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുക. കാരണം നമുക്ക് സ്വന്തമായിട്ടൊരു പെർസ്പെക്റ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അത് നിങ്ങൾക്ക് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നാലാമതായിട്ട് ഞാൻ പറഞ്ഞു, ഈ ഒരു സബ്ജക്റ്റിന് നമ്മൾ മൂന്നാമതായിട്ട് പറഞ്ഞ കാര്യം, ഈ ഒരു ലാംഗ്വേജ് നിങ്ങൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. നാലാമതായിട്ട് പറഞ്ഞ കാര്യം, കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ അതിന്റെ ഒക്കെ ഏറ്റവും ബേസ് ആയിട്ട്, ഞാൻ ഈ പറയുന്നതിന്റെ ഏറ്റവും ബേസ് ആയിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. ഓരോ പരീക്ഷ കഴിയുമ്പോഴും ആ വർഷത്തെ പ്രിലിമിനറി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും മെയിൻസ് പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറും ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വായിച്ച് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും UPSCയുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്. UPSC ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ വർഷം, അതുകൊണ്ട് അടുത്ത വർഷം നമുക്ക് ഇങ്ങനെയൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ നമുക്ക് നേരത്തെ അറിയാൻ പറ്റും. അത് നിങ്ങൾ ചെയ്യണം. ഓരോ വർഷവും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും 2019 പ്രിലിമിനറി പരീക്ഷയുടെ പേപ്പർ 1ഉം പേപ്പർ 2ഉം മെയിൻസ് പരീക്ഷയിൽ 9 പേപ്പർ നിങ്ങൾ സമയം കിട്ടുന്ന, ഒരു വർഷം എടുത്താലും കുഴപ്പമില്ല, സമയം പറ്റുന്ന രീതി നിങ്ങൾ എടുത്ത് എഴുതി അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുക. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് വേറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ? ഈ PG തുടങ്ങുന്നവർക്ക് എങ്ങനെ ഇതിന് പേരാവേണ്ടത്? PG തുടങ്ങുന്നവരാണ്. PG ഇപ്പൊ ചെയ്തോണ്ട് സ്റ്റാർട്ട് ചെയ്യാണോ? PGക്ക് അതെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഏതാണ് PG സബ്ജക്ട്? ഏതാണ്? MCOM ആണ്. ഓക്കെ, അപ്പൊ PG ചെയ്യുന്നവർക്ക് ഇപ്പൊ സാധാരണ നമ്മൾ PGയുടെ കൂടെ, അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നതിന്റെ കൂടെയും കുട്ടികൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. കാരണം നമുക്കൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് കുറച്ചും കൂടി നമ്മളൊരു മെച്യൂരിറ്റി ലെവലൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളൊരു ആൻസറിലൊക്കെ നമുക്ക് റിഫ്ലക്ഷൻ കാണാൻ പറ്റും നമുക്ക്. ഓക്കെ, ഇപ്പൊ PG കഴിഞ്ഞവർ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ പ്രധാനപ്പെട്ട ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് എനി ടൈം നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഓൾറെഡി ഗ്രാജുവേഷൻ കംപ്ലീറ്റ്, നിങ്ങൾക്ക് നെക്സ്റ്റ് വേണമെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ എക്സാം എഴുതാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് നെക്സ്റ്റ് ഇയറിൽ എഴുതാം, നിങ്ങൾക്ക് PG കഴിഞ്ഞിട്ട് എഴുതാം. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനി ടൈം നിങ്ങളുടെ ഡോർ ഓപ്പൺ ആണ് എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏത് സമയത്താണ് നിങ്ങൾ എക്സാം എഴുതാൻ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നിങ്ങൾ PG കഴിഞ്ഞിട്ടാണോ ചെയ്യുന്നത്, അതല്ല PG ഫസ്റ്റ് ഇയർ കഴിഞ്ഞ ശേഷം എഴുതുന്നുണ്ടോ എന്നുള്ളത് തീരുമാനിക്കുക. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ഒരു പ്രിപ്പറേഷന്റെ ഇന്റൻസിറ്റി ഒക്കെ നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ ഒരു സ്ട്രക്ചർ പ്രകാരം ഓപ്ഷണൽ പേപ്പർ അവൈലബിൾ ആണ്. ഇപ്പം MCOM ചെയ്യുന്ന സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കൊമേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷണൽ പേപ്പർ അവൈലബിൾ ആണ്. അപ്പൊ ആ കൊമേഴ്സ് നിങ്ങൾക്ക് നല്ല എഡ്ജ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൊമേഴ്സ് ഓപ്ഷണൽ പേപ്പറിനെ കുറിച്ചിട്ട് നന്നായിട്ട് പഠിച്ച് അത് തന്നെ ഓപ്ഷണൽ പേപ്പർ ആക്കി എടുക്കാം. കാരണം ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളെക്കാളേറെ PG കഴിഞ്ഞ ഒരാൾക്ക് ആ സബ്ജക്ട് അവയർനെസ് ഉണ്ടാവും. അതിൽ MPhil കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ തന്നെ കുറച്ചും കൂടി ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. അപ്പോൾ PG കഴിഞ്ഞ അല്ലെങ്കിൽ PG ചെയ്യുന്ന സമയത്ത് നിങ്ങൾ UPSC എക്സാമിനേഷന് ആ ഒരു ഓപ്ഷണൽ പേപ്പർ സെലക്ട്, ഓപ്ഷണൽ പേപ്പർ ഞാൻ പറയാൻ കാരണം, ഈ UPSC എക്സാമിനേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്ക് സ്കോർ ചെയ്യുന്ന മെയിൻസിലെ ഒരു പേപ്പറാണ് ഓപ്ഷണൽ പേപ്പർ എന്ന് പറയുന്നത്. കാരണം 500 മാർക്കാണ്. 250 പേപ്പർ 1നും 250 പേപ്പർ 2നും. അപ്പൊ 1750 മാർക്കിൽ 500 മാർക്കാണ്. നിങ്ങൾ വിചാരിക്കും 500 മാർക്ക് എന്ന് പറയുമ്പോൾ 1750 ഒരു ചെറിയ മാർക്കിൽ എന്നുള്ളത്. പക്ഷെ നമ്മൾ ഒരിക്കലും 1750 മാർക്കിൽ കംപ്ലീറ്റ് മാർക്കും ഇന്നേ വരെ ആരും സ്കോർ ചെയ്തിട്ടില്ല UPSC എക്സാമിനേഷനിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഏറ്റവും 2020 റിസൾട്ട് വന്ന സമയത്ത് ഫസ്റ്റ് റാങ്ക് കിട്ടിയ പ്രദീപ് സിംഗിന്റെ മെയിൻസിന്റെ മാർക്ക് എന്ന് പറയുന്നത് 942 ആണ്. അതായത് 1750 അദ്ദേഹം മാർക്ക് വാങ്ങിയിരിക്കുന്നത് 940 മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, 900
42 ആണ് അദ്ദേഹം വാങ്ങിയ മാർക്ക്. അപ്പം അതിൽ അദ്ദേഹം 500 മാർക്കും സ്കോർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവുക ഓപ്ഷണൽ പേപ്പറിലാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ ഓപ്ഷണൽ പേപ്പറിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ PG ചെയ്യുന്ന ഒരാൾ ആ സബ്ജക്ട് ഓപ്ഷണൽ പേപ്പർ ആക്കി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും UPSCയുടെ കൊമേഴ്സിന്റെ സിലബസ് നന്നാക്കി വായിച്ചു നോക്കണം. അതിന്റെ പ്രീവിയസ് ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചുകൊണ്ട് അതിനെയും കൂടി ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് നിങ്ങളെ പഠനത്തെ ക്രമീകരിക്കാൻ ശ്രമിക്കണം. ഓപ്ഷണൽ പേപ്പർ ഇനി ഓപ്ഷണൽ പേപ്പർ ആക്കി എടുക്കുന്നില്ല എന്ന് കരുത് ആ പേപ്പർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ എക്സാം എഴുതാൻ പോകുന്നത് അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾ ഓപ്ഷണൽ പേപ്പർ അത് നിങ്ങൾ നേരത്തെ ഡിസൈഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന ഒരു പീരീഡുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുക നിങ്ങൾ. കാരണം നിങ്ങൾക്ക് എനീറ്റ് നേരത്തെ പറഞ്ഞു എപ്പോഴും നിങ്ങൾക്ക് ഡോർ ഓപ്പൺ ആണ്. അതുകൊണ്ട് എപ്പോഴും ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ നമുക്കൊരു വർഷമൊക്കെ മാറ്റി വെച്ചിട്ട് എഴുതാൻ പറ്റുവാണെങ്കിൽ നമ്മൾക്ക് എപ്പോഴും ഉള്ള പ്രിഫറൻസ് അങ്ങനെ പ്രിഫർ ചെയ്യാറുള്ളത് എല്ലാവരും പറയാറുള്ളത്. കാരണം PG ഒക്കെ ചെയ്താൽ പിന്നെ നമുക്ക് കല്യാണം, നമ്മളെ മാരേജ്, അങ്ങനെ നമുക്ക് ഒരുപാട് പേഴ്സണൽ കമ്മിറ്റ്മെന്റുകൾ വരാൻ പോകുന്ന സമയമായിരിക്കും. ആ സമയത്ത് നമുക്ക് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് കോൺഫിഡൻസ് സാധ്യമല്ല. അപ്പൊ എപ്പോഴും നമ്മൾ പറയാറുള്ളത് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ എക്സാമിലേക്ക് എൻ്റർ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, PGയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. മറുപടി ജനറൽ ആയിട്ടാണ്. പിന്നെ ഇതിന്റെ ഓപ്ഷണലിന്റെ സിലബസ് നമുക്ക് എവിടുന്ന കിട്ടുക? നിങ്ങൾ UPSC ഓരോ വർഷവും UPSC നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഓപ്ഷണൽ പേപ്പറിന്റെ ഡീറ്റെയിൽ സിലബസ്, കൊമേഴ്സിന്റെ സിലബസ് ഉണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ഞാൻ അയച്ചു തരാം. ഓക്കെ. പക്ഷെ ഞാൻ ഇതുവരെ ഇതിന് നോക്കിയിട്ടില്ല. അപ്പൊ ഞാൻ ഫസ്റ്റ് തുടങ്ങുന്ന ആളെന്ന നിലക്ക് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ആദ്യം സിലബസ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. UPSCയുടെ സിലബസ്, ആ സിലബസ് നിങ്ങൾക്ക് ലാസ്റ്റ് 2019 നോട്ടിഫിക്കേഷൻ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 150ഓളം പേജിൽ നോട്ടിഫിക്കേഷൻ കിട്ടും നിങ്ങൾക്ക്. അതിൽ ഫസ്റ്റ് സിലബസ് പറയുന്നുണ്ട്. ആ സിലബസ് നമ്മൾ ആദ്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതിനുശേഷം നിങ്ങൾ എപ്പോഴും നമ്മൾ പറയാറുള്ളത് ഒരു നല്ലൊരു മെന്ററിന്റെയോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമിൽ വേണ്ടി വരും. കാരണം ഈ സബ്ജക്റ്റിനൊക്കെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ നമുക്ക് വായിക്കാനുണ്ട്, അതിനൊക്കെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു മെന്ററെയോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് പ്രൈമറി അല്ലെങ്കിൽ നിങ്ങളൊരു ഫസ്റ്റ് ടൈമിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതിനുശേഷം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്വന്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. അപ്പം അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുള്ളത് കുറച്ചുകൂടി നമുക്ക് ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങളൊന്ന് പേഴ്സണലി കോൺടാക്ട് ഞാൻ ഒന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ. സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് നമ്മൾ പറയാതിരുന്നത്. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ, ഇനി ക്വസ്റ്റ്യൻസ് വന്നത് കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എനിക്ക് അതിന്റെ ഇടയിൽ ബിറ്റ്വീൻ വായിക്കാൻ പറ്റുന്നില്ല. ഒന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ പറയാമായിരുന്നു. വന്ന പ്രസക്തമായതൊക്കെ ഇടയിൽ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. അതായത് വിശദീകരണത്തിൽ ആൻസറുകളാ. ഇനിയിപ്പോ ചില മാഗസിനുകൾ, ഇപ്പോ ക്രോണിക്കിള്, കോമ്പറ്റീഷൻ സക്സസ് റിവ്യൂ, പ്രതിയോഗിത ദർപ്പൺ, ഇതൊക്കെ വായിച്ച് ശീലിക്കുന്നത് ഒന്നും കൂടി ഒരു കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളൊക്കെ അറിയാൻ നല്ലതാണ് തീർച്ചയായിട്ടും നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്ത് മാഗസിൻ നിങ്ങൾക്ക് വായിക്കാം, പിന്നെ മാഗസിൻസ്, ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ വായിക്കാം. പക്ഷെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം ഗവൺമെന്റ് മാഗസിൻസിലേക്കാണ്. ഓക്കെ. അപ്പോൾ പ്രൈവറ്റ് അക്കാഡമികളും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കൊണ്ടുവരുന്ന മാഗസിൻസിന്റെ അപ്പുറത്തേക്ക് നമുക്ക് തന്നെ ഇൻഫർമേഷൻസ് കിട്ടുന്ന, ഒരു ജെനുവിൻ ഇൻഫർമേഷൻ കിട്ടുന്ന ഒരുപാട് വെബ്സൈറ്റുകളുണ്ട് ഗവൺമെന്റ്. ഇപ്പൊ എക്സാമ്പിൾ PIB, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് സഹായം നൽകുന്ന ഒരു വെബ്സൈറ്റ് ആണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വെബ്സൈറ്റ്. കാരണം അതിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡെയിലി നിങ്ങൾക്ക് ന്യൂസുകൾ കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. മാഗസിൻസ്, നിങ്ങൾ നേരത്തെ പറഞ്ഞ മാഗസിൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാഗസിൻസിൽ ഇപ്പൊ നിങ്ങളൊരു കാര്യം വായിക്കുന്ന സമയത്ത് ആ മാഗസിൻസിൽ എഴുതിയ ഒരാളെ വ്യൂ ആയിരിക്കും അദ്ദേഹം എഴുതിയുണ്ടാവുക. അപ്പൊ നമ്മൾ ജസ്റ്റ് അദ്ദേഹത്തിന്റെ വ്യൂ മാത്രമാക്കി എടുക്കാൻ ശ്രമിക്കുക. അത് നമ്മളെ വ്യൂ ആക്കി എടുക്കരുത്. അതിനെ മനസ്സിലാക്കിയിട്ട് ഇപ്പം ഒരു എക്സാമ്പിൾ, ഇപ്പം നമ്മളിപ്പം ഒരു കോവിഡുമായി അല്ലെങ്കിൽ കാശ്മീർ ഇഷ്യൂമായി ബന്ധപ്പെട്ട് ഒരു ആർട്ടിക്കിൾ വന്നു എന്ന് കരുതുക സക്സസ് റിവ്യൂവിൽ. അപ്പം അത് എഴുതിയ ആളൊരു വ്യൂ പോയിന്റ് ആയിരിക്കും അദ്ദേഹം എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ. അപ്പം അദ്ദേഹം ചിലപ്പോൾ ഒരു ലെഫ്റ്റിസ്റ്റ് ചിന്താഗതിക്കാരനായിരിക്കും, അല്ലെങ്കിൽ ഒരു വേറെ രീതിയിൽ ചിന്തിക്കുന്ന ആളായിരിക്കും. അപ്പൊ അവിടെ നമ്മൾ ആ കാര്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഒരിക്കലും ഒരു ഒപ്പീനിയൻ അന്ന് എടുക്കരുത്. നമ്മൾ എന്താണോ ആ ഇഷ്യൂ എന്ന് മനസ്സിലാക്കുക. ഒപ്പീനിയൻ നിങ്ങൾ സ്വയമായിട്ട് ക്രിയേറ്റ് ചെയ്യുക.
അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങളെ ഒപ്പീനിയൻ എന്താണോ ആ ഒപ്പീനിയൻ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ഇപ്പൊ മാഗസിൻസ് വായിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് നമ്മൾ ഗവൺമെന്റ് മാഗസിൻസ് കൂടുതൽ വായിക്കാം. അപ്പൊ നിങ്ങൾക്ക് കുരുക്ഷേത്ര വായിക്കാൻ പറ്റുന്ന മാഗസിനാണ്, യോജന വായിക്കാൻ പറ്റുന്ന ഗവൺമെന്റ് മാഗസിനാണ്, PIB ഞാൻ പറഞ്ഞു. ഇതേപോലെ പിന്നെ നമ്മുടെ മിനിസ്ട്രീസിന്റെ വെബ്സൈറ്റുകൾ, ഓരോ മിനിസ്ട്രീസിനും വെബ്സൈറ്റുകളുണ്ട്, ആ മിനിസ്ട്രീസിന്റെ വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് വായിക്കാം. രാജ്യസഭ TV നിങ്ങൾക്ക് വീക്ഷിക്കാം. കാരണം റിലവന്റ് ഇഷ്യൂസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്, ഇതാണ് രാജ്യസഭ TV. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഇതേപോലെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന മാഗസിൻസും വെബ്സൈറ്റുകളും കൂടുതൽ റെഫർ ചെയ്യുക. കാരണം മറ്റതിൽ നമ്മൾ വിക്കിപീഡിയ പോലെയാണ്, ചിലപ്പോൾ അതിലൊക്കെ എഡിറ്റിംഗ് ഒക്കെ വരാം, കാര്യങ്ങൾ വ്യക്തമല്ലാതെ വരാം. അപ്പൊ യഥാർത്ഥ സ്റ്റാറ്റിസ്റ്റിക്സും യഥാർത്ഥ റിപ്പോർട്ടും നമുക്ക് പലപ്പോഴും ഗവൺമെന്റിൽ നിന്നാണ് കിട്ടുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഗവൺമെന്റ് വെബ്സൈറ്റുകളും മാഗസിൻസും കൂടുതൽ, ഇപ്പൊ നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഇയർ ബുക്ക് ഉണ്ട് വർഷത്തിൽ ഇറങ്ങുന്ന, അത് നിങ്ങൾ എന്തായാലും റെഫർ ചെയ്യേണ്ട ബുക്കാണ്. കാരണം അതിൽ ഒരുപാട് ഇൻഫർമേഷൻസ്, അത് വലിയ ബുക്കാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരേ സമയം നമ്മൾ മാതൃഭൂമി ഇയർ ബുക്ക് വായിക്കാറുണ്ട്, മനോരമ ഇയർ ബുക്ക് വായിക്കാറുണ്ട്. പക്ഷെ UPSC സംബന്ധിച്ചിടത്തോളം അതിലേറെ ഇമ്പോർട്ടന്റ് നിങ്ങൾക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇയർ ബുക്കാണ്. കാരണം അതെന്താണ്, അത് അത്രയും പിന്നെ ഓതറൈസ്ഡ് ആണ്, ഇത് ഫോർമൽ ആണ്, നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാവുന്ന റിസോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ വായിച്ചു തുടങ്ങുക. വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഒപ്പീനിയൻ ഒരിക്കലും അതിന് എടുക്കരുത്, നമ്മൾ ആ കാര്യത്തെ മനസ്സിലാക്കുക, എന്താണോ ഇഷ്യൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം പിന്നെ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് വരുന്നു എന്ന് കരുതാം. ഇപ്പൊ നമ്മൾ അൽഖായിദയുമായി ബന്ധപ്പെട്ട് റീസെന്റ് ആയിട്ട് നമ്മൾ ഒരുപാട് ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നു പേപ്പറിൽ. അപ്പോൾ ന്യൂസ് പേപ്പറിൽ പലതും വരാം, നമുക്ക് പല ആൾക്കാരും പല രീതിയിൽ എഴുതാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ എന്താണ് ആ ഇഷ്യൂ എന്നുള്ളത് നമ്മൾ വളരെ ബേസിക് ആയിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മളൊരു ഒപ്പീനിയൻ തയ്യാറാക്കുക. ഓക്കെ, ഒരു ഒപ്പീനിയൻ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരു UPSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പേഴ്സണൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നമ്മൾ റിലീജിയൻ, നമ്മളെ കൾച്ചർ, നമ്മുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ അതിനെ ഡിപ്പെൻഡ്. പക്ഷെ നമ്മളൊരു UPSCക്ക് ഒരു ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ഗവൺമെന്റ് എംപ്ലോയി ആവാൻ പോകുന്ന ഒരാളാണ്, സെൻട്രൽ ഗവൺമെന്റ് റിക്രൂട്ട് ചെയ്യുന്ന ഒരാളാണ്. അവിടെ നമ്മളെ കാര്യങ്ങളൊക്കെ നമുക്ക് അവതരിപ്പിക്കാം. പക്ഷേ പ്രൊവൈഡഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമ്മളൊരു ഡെമോക്രാറ്റിക് വാല്യൂസും അതോടൊപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വെക്കുന്ന വാല്യൂസും ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റിയെടുക്കണം. കാരണം ഇന്ത്യയുടെ അടിസ്ഥാനപരമായ ലോ ബുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ നമ്മളൊരു ആൻസർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളുടേതായ ഒരുപാട് ഐഡിയകൾ ഉണ്ടാവും. ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എതിരായിരിക്കും, അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. പക്ഷെ കൂടുതൽ നമ്മൾ ആൻസർ ഒന്നുകൂടി നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ബാക്കപ്പോട് കൂടിയിട്ട് എഴുതാൻ ശ്രമിക്കുക. ഇപ്പൊ മാഗസിൻസ് ഒക്കെ വായിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത്തരം കാര്യങ്ങളെ മനസ്സിലാക്കുക, അതിന്റെ ഒരു ഒപ്പീനിയൻ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞു നമ്മളെ ഒപ്പീനിയൻ ആണ് UPSCക്ക് ആവശ്യം, വേറൊരാളെ എഴുതിയ ഒപ്പീനിയൻ അല്ല. ഓക്കെ സാറേ, നമ്മുടെ പ്രൈവറ്റ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ ഉണ്ട്. സാറ് പറഞ്ഞ മാതിരി മെന്റർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോ ഈ ബൈജൂസ് ആപ്പ് ഒരു സംഗതി, ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ അവര് 2 വർഷത്തിനുള്ള കോഴ്സാണ്. അപ്പൊ ടാബ്ലറ്റ് അടക്കം അതിലെ കണ്ടന്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അങ്ങനെ അത് നമുക്ക് ആപ്പിലേക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് ആപ്പ്, ബൈജൂസ് ആപ്പ് നല്ല ആപ്പാണ്. ക്ലിയർ IASന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, ഇൻസൈറ്റ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ തന്നെ ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് പോകാം. പക്ഷെ അവിടെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പരീക്ഷയിൽ ഒരു മെന്റർ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ സപ്പോർട്ട് നമുക്ക് തുടക്കത്തിലും അല്ലെങ്കിൽ ചില സമയങ്ങളിലും വേണ്ടി വരും, പ്രത്യേകിച്ചും ഒരു മെന്റർ സപ്പോർട്ട്. അപ്പൊ അത് എത്രത്തോളം നമുക്കൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കിട്ടുമെന്നുള്ളത് നമുക്ക് അത്രത്തോളം അവൈലബിൾ ആവാൻ സാധ്യത കുറവാണ്. ഇപ്പൊ നിങ്ങളൊരു ആൻസർ എഴുതി കഴിഞ്ഞാൽ, ഒരു GS പേപ്പറിന്റെ ഒരു ആൻസർ എഴുതി കഴിഞ്ഞാൽ ആ ആൻസർ ഷീറ്റ് മാനുവലി വാല്യൂ ചെയ്ത് അതിൽ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് നിങ്ങളെ ഒരു UPSCയുടെ റിക്വയർമെന്റിലേക്ക് ആ ക്വസ്റ്റ്യനെ അല്ലെങ്കിൽ ആ ആൻസറിനെ ഗ്രാജുവലി നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ ആ ഒരു പ്രോസസ്സ് ശരിക്കും ഒരു മാനുവൽ പ്രോസസ് ആണ്. ആ മാനുവൽ പ്രോസസ്സ് എത്രത്തോളം നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് അല്ലെങ്കിൽ ഒരുപാട് പരിമിതികളുണ്ട്. കാരണം ഇതിൽ നമ്മൾ ഓരോ മെന്ററും ഒരു സ്വന്തം കുട്ടിയെ നോക്കുന്ന പോലെ മെന്ററിങ് നടത്തണം. കാരണം അത്രയും കോമ്പറ്റീറ്റീവ് ആണ് എക്സാമിനേഷൻ. അപ്പൊ നമ്മളെ കഴിവ് പരമാവധി എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കണം. ആ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അത് ഒരു മെന്റർ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മെന്റർ അദ്ദേഹത്തെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം.
അല്ലെങ്കിൽ അത് സ്വയം നമുക്ക് ചെയ്യാൻ കഴിയണം. സ്വയം ചെയ്യാൻ കഴിയുന്ന നമുക്ക് പരിമിതി ഉണ്ട്. കാരണം നിങ്ങളൊരു ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതി കഴിഞ്ഞാൽ ആ ആൻസർ UPSC ലെവലിലേക്ക് എത്തിയിട്ടുണ്ടോ നമുക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല. ഓക്കെ, അപ്പൊ അത് UPSC-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർഷങ്ങളായിട്ട് പരിചയപ്പെടുന്ന ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് ആൻസർ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾ UPSC ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു പേഴ്സണൽ മെന്ററിങ് വേണ്ട ഒരു പരീക്ഷയും കൂടിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂഷനെ വേണം നിർബന്ധമല്ല, നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെന്ററിങ് കിട്ടിക്കഴിഞ്ഞാലും പലപ്പോഴും നമുക്ക് എക്സാമിന്റെ അവസാന സമയം വരെ അങ്ങനെ ഒരു മെന്ററിങ് വേണ്ടി വരും. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാം, എക്സാം ഒക്കെ ചെയ്യുന്ന സമയത്ത് വാല്യൂ ചെയ്യാനുള്ള ഒരു മെന്ററിങ് വേണ്ടി വരും. അപ്പൊ അത് പലപ്പോഴും നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് കിട്ടാൻ സാധ്യത കുറവാണ് ആപ്പിൽ നിന്ന്. ഒന്ന്. രണ്ടാമത് അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷന്റെ ആവശ്യം ശരിക്കും ഇല്ല. ശരിക്കും ഞാൻ പറഞ്ഞു നമുക്കിതിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പ്രൊവൈഡഡ് നിങ്ങളെ ആൻസർ ഷീറ്റ് ഒക്കെ വാല്യൂ ചെയ്യാൻ പറ്റാവുന്ന ഒരാളെ നിങ്ങൾ കണ്ടെത്തിയാൽ മതി, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ സപ്പോർട്ട് നിങ്ങൾ ആ സമയത്ത് കണ്ടെത്തിയാൽ മതി. അത്ര ആവശ്യമുള്ളൂ. കാരണം നമ്മൾ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇതിന് പ്രിപ്പറേഷൻ നടത്തരുതെന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. കാരണം അങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാത്ത നമുക്ക് ഈ എക്സാം എഴുതി ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അത് നിങ്ങൾക്ക് നല്ലതാണ്, നിങ്ങൾക്ക് ഒരു സപ്പോർട്ടീവ് ആണ് ശരിക്കും ആപ്പുകളൊക്കെ. പക്ഷെ ആ ആപ്പൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആദ്യം ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷനിലേക്കൊക്കെ പോകും. നമ്മൾ ഒരു തുടക്കക്കാരൻ ഒരിക്കലും ഒരു ആപ്ലിക്കേഷൻ ഉപകാരപ്പെടില്ല. കാരണം നമ്മൾ അതിന്റെ മുമ്പ് മനസ്സിലാക്കേണ്ട ഒരുപാട് റിയാലിറ്റീസ് ഉണ്ട്. ഞാൻ ഒറ്റ എക്സാമ്പിൾ, ലാസ്റ്റ് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാൾ വിളിച്ചു കാസർഗോഡ് നിന്ന്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ ഞാൻ 1.5 വർഷമായിട്ട് ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന, ഡിഗ്രി ഗ്രാജുവേഷൻ കഴിഞ്ഞതാണ്, ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ ഒരുപാട് പുസ്തകം വായിച്ചു തീർത്തിട്ടുണ്ട്. അതെന്നെ വിളിച്ചത്, ഞാൻ ലക്ഷ്മികാന്ത് വായിച്ചു, ഞാൻ ഇന്ന ബുക്ക് വായിച്ചു. അപ്പൊ നെക്സ്റ്റ് ഇനി എനിക്ക് അടുത്ത ലെവലിലേക്ക് വായിക്കാനുള്ള പുസ്തകങ്ങളെ റെഫറൻസ് തരാൻ വേണ്ടി അദ്ദേഹം എന്നെ വിളിച്ചത്. അപ്പോൾ അത് 1.5 വർഷമായിട്ട് അദ്ദേഹം സെൽഫ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം അദ്ദേഹം ഏതോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്, മറ്റു രീതിയിലൊക്കെ അദ്ദേഹം യൂട്യൂബ് ഒക്കെ ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ആ സംസാരം കഴിഞ്ഞ് അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ അതിന് മറുപടി പറയണം എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട്. ഞാൻ ചോദിച്ചു, ഇത്രയേ ഉള്ളൂ. ഒരു ചോദ്യം ഞാൻ ചോദിച്ചു, മെയിൻസ് പരീക്ഷയുടെ GS പേപ്പർ 3 എത്ര സബ്ജക്ട് അല്ലെങ്കിൽ എത്ര ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട്? സോറി, ഞാൻ ആ ചോദ്യം അതല്ല. മെയിൻസ് പരീക്ഷയിൽ നമുക്ക് എത്ര ടോപ്പിക് അല്ലെങ്കിൽ എത്ര പേപ്പേഴ്സ് പഠിക്കാനുണ്ട്, എത്രയാണ് ഓരോ പേപ്പറിന്റെയും മാർക്ക് എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞു, സർ 11 പേപ്പർ. ഞാൻ പറഞ്ഞു അല്ല സാറേ, 7 പേപ്പർ. ഞാൻ പറഞ്ഞു അതല്ല സാർ, 6 പേപ്പർ. അപ്പൊ അദ്ദേഹത്തിന് ശരിക്കും ഒരു ക്ലാരിറ്റിയും ആ കാര്യത്തിലില്ല. അപ്പൊ അദ്ദേഹം 1.5 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ലക്ഷ്മികാന്തും അല്ലെങ്കിൽ ബിപിൻ ചന്ദ്രയൊക്കെ വായിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ആദ്യം ബേസിക്കലി മനസ്സിലാക്കുന്നതിന്റെ സ്ട്രക്ചറാണ്, ഇതിന്റെ ഒരു സിലബസ് ആണ്. അതറിയാതെ നമ്മൾ 1.5 വർഷമല്ല, ഇനി നിങ്ങൾ 15 വർഷം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ UPSC ക്വാളിഫൈ ചെയ്യാൻ പോകുന്നില്ല. കാരണം നമുക്ക് ഇതിൽ എത്ര പേപ്പർ ഉണ്ടെന്ന് അറിയില്ല, നമ്മൾ പഠിക്കുന്ന സബ്ജക്ട് ഏത് പേപ്പറിലല്ല വരുന്നതെന്ന് അറിയില്ല, അല്ലെങ്കിൽ GS പേപ്പർ 4 3 ഏതൊക്കെ ടോപ്പിക്കുകളിൽ നമുക്ക് അറിയില്ല. പിന്നെ നമ്മൾ എങ്ങനെയാ പഠിക്കുന്നത്? നമ്മൾ പഠിക്കുന്ന കാരണം നമുക്ക് നാളെ എഴുതി കൊടുക്കണ്ടേ? എഴുതി കൊടുക്കുമ്പോൾ ഓരോ പേപ്പറും ഓരോ ക്യാരക്ടർ എഴുതി കൊടുക്കണം നമ്മൾ. അപ്പൊ ആ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് പോലും ഇല്ലാതെ അദ്ദേഹം 1.5 വർഷം പ്രിപ്പയർ. ഞാൻ അദ്ദേഹത്തിന് ഇന്നലെയാണ് എന്നോട് വിളിച്ചിട്ട്, സാറേ എനിക്ക് സിലബസ് വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നത്. അപ്പൊ അദ്ദേഹം 1.5 വർഷം വായിച്ചിട്ട് അദ്ദേഹം ഇന്നേ വരെ സിലബസ് വായിച്ചിട്ടില്ല. അപ്പൊ പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ കുറ്റമല്ല പറഞ്ഞു, പക്ഷെ അദ്ദേഹത്തെ ഗൈഡ് ചെയ്യാൻ ഒരു പക്ഷേ ആളില്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ തുടക്കക്കാർക്ക് പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണത്. നമ്മൾ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെക്കും. എന്താണോ ആക്ച്വൽ റിക്വയർമെന്റ് അതിലേക്ക് നമ്മൾ കടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ 30,000 പുറത്ത് നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞത്. അതിൽ നമ്മൾ ഒരിക്കലും പെട്ടുപോകരുത്. നമ്മൾ ആ 30,000 അകത്തേക്ക് വരണം. അകത്തേക്ക് വരണമെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ് ഒക്കെ മീറ്റ് ചെയ്യണം. അതിനെപ്പോഴും നമ്മൾ ഒരു തുടക്കം എന്ന രീതിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെയോ ഒരു മെന്റർ സഹായം എപ്പോഴും തേടുന്നത് നല്ലതായിരിക്കും. സമയം 6 മണിയോളമായി. ഓക്കെ, ഇനി എന്തെങ്കിലും മുമ്പായിട്ട് ക്വസ്റ്റ്യൻസ് വന്നതൊന്നുമില്ല. പിന്നെ ഈ ക്ലാസിന്റെ അവസാനം ജോയിൻ ചെയ്തവർക്ക് നമുക്കത് റെക്കോർഡ് സെഷനാണ്, യൂട്യൂബിൽ സീക്രട്ടിന്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലെ എല്ലാ ടോക്കുകളും അതിൽ വരുന്നുണ്ട്.
അപ്പൊ ഇൻഷാല്ലാ അന്നത്തെ പ്രോഗ്രാം വളരെ മനോഹരമായി നടത്തുകയും ഇനി സാർ നമ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ പോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്പർ നിങ്ങൾ കളക്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. പല സമയങ്ങളിൽ പ്രശ്നം ചിലപ്പോൾ തിരക്കിലാകുമ്പോൾ വിളിച്ച് ഫോൺ എടുക്കാൻ സാധ്യതയില്ല. നിങ്ങളൊന്നും വിചാരിക്കരുത്. നിങ്ങൾക്ക് 8 മണിക്ക് ശേഷം വിളിച്ചതിന് ഫോൺ അറ്റൻഡ് ചെയ്യും. രാവിലെ വിളിച്ചതിന് അറ്റൻഡ് ചെയ്യും. ഇൻ കേസ് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ തന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. നിങ്ങളെ പേരടക്കം നിങ്ങളൊന്ന് വാട്സപ്പ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ അയക്കും തീർച്ചയായിട്ടും. ഓക്കെ, ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ ഈ പരിപാടി വളരെ മനോഹരമായി അവതരിപ്പിക്കുകയും മാത്രമല്ല അത് എല്ലാ ഏരിയയിലേക്കും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അതിന്റെ സിലബസ് അടക്കമുള്ള പ്രിപ്പറേഷന്റെ സ്ട്രാറ്റജി അടക്കം എല്ലാ കാര്യങ്ങളിലേക്കും വളരെ മനോഹരമായി അവതരിപ്പിച്ച നമ്മുടെ ഗസ്റ്റ് അബു സാലി സാറിന് എല്ലാവിധ നന്ദിയും സീക്രട്ടിന്റെ പേരിൽ അറിയിക്കുന്നു. സാറുടെ നമ്പർ ഇതിൽ 9207-755 കൊടുത്തിട്ടുണ്ട്. 754 നിങ്ങൾക്ക് എനി ടൈം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ വിളിക്കാൻ മടിക്കണ്ട. എത്ര സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, നോ ഇഷ്യൂ. ഞാൻ പറഞ്ഞു എടുത്തില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി.